ഉണ്ടാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി നടത്തുന്ന സംഗീത ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുകയാണ്. എല്ലാ മാസങ്ങളിലും നടത്തിവരാറുള്ള സംഗീത ശുശ്രൂഷയാണ് ഇന്ന് കാഹളധ്വനി എന്ന പേരിൽ ഈ സുമാധ്യമത്തിലൂടെ നടത്തപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. യാതൊരുവിധമായ സാങ്കേതിക പ്രയാസങ്ങളും കൂടാതെ ആദ്യോടന്തം ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുവാനും ദൈവവചന സന്ദേശം നൽകുന്ന കർത്താവിന്റെ ദാസന് ആവശ്യമായിരിക്കുന്ന ദൈവിക കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യുവാനായിട്ട് ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തടസ്സം കൂടാതെ ജോയിൻ ചെയ്യുവാൻ ഇടയായി തീരുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പള്ളിപ്പറമ്പിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്തദാസൻ KM ജോൺ ആദ്യം പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ നല്ല സമയത്തിനായി സ്തോത്രം. എളിവരായ ഞങ്ങൾക്ക് മാസം തോറും ഈ നിലയിൽ അങ്ങയുടെ സന്നിധിയിൽ കൂടി വന്ന് മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ശ്രദ്ധിക്കുവാനും ധാരാളമായ അനുഗ്രഹം ലഭിക്കത്തക്ക നിലയിലുള്ള ദൈവവചനം ശ്രദ്ധിക്കുവാനും അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഒക്കെ ഇടയായിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതുപോലെ ഈ മാസത്തിന്റെ ഈ ആഴ്ചയും എളിവരായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കൂടി വന്നിരിക്കുന്നല്ലോ. അങ്ങ് കൃപ ചെയ്യണമേ, സഹായിക്കണമേ. ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ നാമം ധാരാളമായി മഹത്വപ്പെടുവാൻ ഞങ്ങൾ മുഖാന്തരമായി തീരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ താങ്ങുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം എല്ലാ നിലകളിലും വളരെ അനുഗ്രഹവും അങ്ങയുടെ നാമ മഹത്വത്തിന് കാരണവുമായി തീരുവാൻ അങ്ങ് പ്രസാദിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരന്മാര്, അവർക്ക് ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ അവരുടെ ശബ്ദം വളരെ മധുരമമായി ഞങ്ങൾക്ക് കേൾക്കുവാൻ അങ്ങ് ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഉയർത്തുന്ന ഗാനങ്ങൾ ഞങ്ങൾ കേട്ട് ഞങ്ങൾ സംതൃപ്തി അടയുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ ധാരാളമായ കൃപ തന്ന് ഇന്ന് വൈകുന്നേര സമയത്ത് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇന്ന് വൈകുന്നേര സമയത്ത് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസൻ വിനോദ് തോമസിനായി സ്തോത്രം. നിന്റെ ദാസനെ നീ ബലപ്പെടുത്തണം, ആവശ്യമായ കൃപ നൽകുകയും ഭംഗിയായ നിലയിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ലാതെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരു ഷോർട്ട് മെസ്സേജ് നൽകുന്ന അങ്ങയുടെ വിലയേറിയ ദാസൻ ജോൺ ബി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ തിരക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് കേൾവിക്കാരായ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വചനം അങ്ങയുടെ ദാസനിലൂടെ ലഭിക്കുവാൻ അങ്ങ് പ്രസാദിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ആവശ്യമായ ആരോഗ്യവും ബലവും കൃപയും നൽകി ഇന്ന് വൈകുന്നേര സമയത്ത് നിന്റെ ദാസനെ ബലപ്പെടുത്തണം. യാതൊരു വിധമായ ടെക്നിക്കൽ പ്രോബ്ലംസും ഇല്ലാതെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ലഭിക്കുവാനും ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൂടിവരവ് ഏറ്റവും ധന്യമായി തീരുവാൻ ഇടയാക്കണം, സഹായിക്കണം. അനേകർ കടന്നു വന്ന് ജോയിൻ ചെയ്ത് ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ ഇതിൽ ഭാഗവാക്കളാകുവാനും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും ആത്മീയ അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാക്കണമേ. കൂടി വന്ന എല്ലാവർക്കായും സ്തോത്രം. ഇനി ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം ജോയിൻ ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിനെ അനുഗ്രഹിക്കണമേ. അതെല്ലാ വിധത്തിലും അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണം. സകലമാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും എല്ലാ പുകഴ്ചയും ഞങ്ങളുടെ പ്രാർത്ഥനയും അങ്ങയുടെ പൊന്നുപാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എല്ലാ മാസവും നടത്തി വരുന്ന സംഗീത ശുശ്രൂഷയാണ്
കാഹളധ്വനി എന്ന പേരിൽ ഇന്ന് നടത്തപ്പെടുന്നത്. മിക്കവാറും എല്ലാ മാസങ്ങളിലും തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുണ്ട്. വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിക്കാനായിട്ട് കഴിഞ്ഞ നാളുകളിൽ വലിയവനായിരിക്കുന്ന ദൈവം അടിയങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. തുടർന്നും ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ബ്രദറൻകാരായിരിക്കുന്ന മലയാളികൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് ബ്രദർ ജോൺ ചെറിയാൻ. ഈ സൂം ഹോസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഷാരോൺ ഗോസ്പൽ മിനിസ്ട്രീസ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഒരു ടീം പ്രവർത്തനമാണ്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് സ്ഥലം സഭാ രൂപീകരണം ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലും പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആരംഭിക്കുന്നത് UK നിന്നും ബ്രദർ ജിജു കുര്യൻ, ന്യൂജേഴ്സിയിൽ നിന്നും ബ്രദർ ജോൺ സ്തംബാൻ, കാനഡയിൽ നിന്നും ബ്രദർ ലിജോ ജോർജ്, ഡാളസിൽ നിന്നും ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രൂസ്, അറ്റ്ലാന്റയിൽ നിന്നും ബ്രദർ ജിജോ തോമസ്, അറ്റ്ലാന്റയിൽ നിന്നും സിസ്റ്റർ ഗീത തോമസ്, മെൽബണിൽ നിന്നും സിസ്റ്റർ ലിൻഡ തോമസ്, ബഹറിൽ നിന്നും സിസ്റ്റർ ലിസ ബിജു എന്നിവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ദൈവവചന സന്ദേശം നൽകുന്നത് നമുക്കെല്ലാവർക്കും വളരെയധികം പരിചിതനായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ ജോൺ പി തോമസ് അവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന പ്രിയ സഹോദരന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ സൂം മാധ്യമത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ നിരവധി തവണ പ്രോഗ്രാം ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം കർത്തദാസനാണ്. കോട്ടയത്തിൻ്റെ പുറത്തലമറ്റം എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് തുടർന്നുള്ള പ്രോഗ്രാം ലീഡ് ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസനെ ഞാൻ എല്ലാ സ്നേഹത്തോടും ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ മനോഹരമായിരിക്കുന്ന സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ഈ വർഷത്തിന്റെ അവസാന മാസത്തിൽ ഈ ശനിയാഴ്ചയുടെ മനോഹരമായ സന്ധ്യയിൽ നമുക്ക് ഗാനങ്ങൾ ശ്രമിക്കുവാൻ തക്കവണ്ണം ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീത ഗായകർ നമ്മുടെ മധ്യത്തിൽ നിന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ എത്തിയിരിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പെർത്ത് ഇന്ത്യൻ ബ്രദറിനായിട്ടും അതുപോലെ ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം നമ്മൾ കൂടി വന്നിരിക്കുന്ന മൂലം ദൈവനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാനും ഗാനങ്ങൾ കേൾക്കുന്ന മൂലം നമുക്ക് ആശ്വാസവും സന്തോഷവും നമുക്ക് പ്രത്യാശയും വർദ്ധിക്കുവാൻ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനോട് ഏറ്റവും അടുക്കുവാൻ ഇടയായി തീരട്ടെ. അനുഗ്രഹീതമായ ഒരു സന്ദേശം നൽകുവാൻ കർത്താവിന്റെ വിലയേറിയദാസൻ ജോൺ പി തോമസ് നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഏതൊരു സന്ദർഭത്തിലും നമുക്ക് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. നമുക്കറിയാം, ഇംഗ്ലീഷിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗാനമാണ് ഓ ലോർഡ് മൈ ഗോഡ് വെൻ ഐ ഇൻ ഓസം വണ്ടർ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ഒരു സ്വതന്ത്ര പരിഭാഷ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ജോർജ് കോശി മൈലപ്ര നടത്തിയിട്ടുണ്ട്. അതാണ് ഓ ദൈവമേ എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനം രാജാതിരാജാവായ കർത്താവായ സൈന്യങ്ങളിൽ നായകനായ ആ കർത്താവിനെ സ്തുതിക്കുകയാണ്. സൈന്യങ്ങളിൽ നായകൻ അങ്ങല്ലയോ, ധന്യനായ ഏകാധിപതി, രാജാതിരാജാവ്, കർത്താവ്, ആ കർത്താവ് അങ്ങാണ്. അങ്ങ് മഹത്വത്തിന്റെ രാജാവാണ്, ബലവാനും വീരനുമായ ദൈവം. ആ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ഏറ്റവും, ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് ഏത് ശുശ്രൂഷയുടെയും തുടക്കത്തിൽ നാം ചെയ്യുന്നത്. ഈ അത്യുന്നതനായ ദൈവം, ഈ മഹത്വവാനായ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് എത്രയോ സന്തോഷകരമായിട്ടാണ്. പാട്ടുകാരൻ ഓർപ്പിക്കുന്ന പോലെ ഏഴ് എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ, സാധുവായ എന്നെ, ഏഴയായ എന്നെ ഇങ്ങനെ സ്നേഹിപ്പാൻ, ജീവനം തരുവാൻ
നമുക്ക് ഇടയായി തീർന്ന ആ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണ്. ഇത്ര ഉന്നതനായ ദൈവം പൊടികളും കൃമികളും മൺതരികളുമായി നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്ത ആ കർത്താവിനെ നമുക്ക് പാടാം. അത്യുച്ചത്തിൽ പാടും ഞാൻ, ദൈവമേ അങ്ങെത്രയോ മഹാൻ, അങ്ങെത്രയോ വലിയവൻ, അങ്ങെത്രയോ ഉന്നതൻ, അങ്ങെത്ര ശ്രേഷ്ഠനായ ദൈവം. ആ ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കാം. മെൽബണിൽ നിന്ന് ലിൻഡ തോമസ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ മനോഹരമായ ഗാനം സഹോദരി ലിൻഡ തോമസ് നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. രാജാതിരാജദേവാ ആദിയന്തം ഇല്ലാ മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ, സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ എന്നെ ഇത്രമേൽ സ്നേഹിക്കുവാൻ എൻ ദൈവമേ എന്തുള്ളു നീജൻ ഞാൻ. നിൻ രുധിരം തന്നെന്നെ വീണ്ടെടുപ്പാൻ ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അതെ, ഏറ്റവും മഹോന്നതനായിരിക്കുന്ന കർത്താവിനെ പാടുവാൻ മനോഹരമായിട്ട് പ്രിയ ലിൻഡ പാടി. എന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനേക ഗാനങ്ങൾ പാടുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ. മനോഹരമായ ഗാനത്തിനായിട്ട് ലിൻഡായിട്ട് വളരെ നന്ദി പറയുന്നു. തുടർന്നും പ്രിയ മകളെ ദൈവം അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യട്ടെ. അടുത്ത പാട്ട് പാടുന്നത് ഗീത ആണ്. പ്രിയ ഗീത തോമസ് ആണ് പാടുന്നത്. നിറയുന്ന എന്നന്തരംഗം ഗാനമാണ്. അങ്ങേക്ക് നന്ദി എന്ന് തുടങ്ങുന്ന ഗാനം. ആരും സഹായിപ്പാനില്ലാതിരുന്നപ്പോഴ്, പലർക്കും മുമ്പിലെ കൈനീട്ടിയപ്പോഴ് നിന്നു. വേണ്ടുന്നതെല്ലാം വേണ്ടെന്ന് പറഞ്ഞ കർത്താവ് വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരും സഹായിപ്പാനില്ലാത്തപ്പോൾ ഒന്നിനും കുറവില്ലാതെ നടത്തുന്നതായ ഒരു കർത്താവ്.
നമുക്കുണ്ട്. ആ ദൈവത്തിന് നന്ദി പറയുന്ന സാം ജോസഫ് കുമരകം എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയ ആ മനോഹരമായ ഗാനം ഇപ്പോൾ സഹോദരി ഗീത തോമസ് അറ്റ്ലാന്റയിൽ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. നന്ദിയാൽ നിറയുന്നു എന്ന അന്തരംഗം എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. സഹോദരി ഗീത തോമസ് ഗാനം ആലപിക്കുന്നതിനായിട്ട് എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദിയാൽ നിറയുന്നു. എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്ക് നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്ക് നന്ദി. പറഞ്ഞവനിന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനിന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു.
നന്നായിട്ട് മനോഹരമായിട്ട് ആ ഗാനം പാടി പ്രിയ ഗീതാ സഹോദരിയോട് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഗോഡ് മേ യൂസ് യു ആൻഡ് ടു സിംഗ് മെനി സോങ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് ഒരു മലയാള ഗാനമാണ് കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോയ് ജോൺ എഴുതിയ ഒരു മനോഹരമായ ഗാനം, തിരിഞ്ഞു നോട്ടത്തിന്റെ ഗാനമാണ്. നമുക്കറിയാം ഈ വർഷം നമ്മൾ പിന്നിടാൻ പോവുകയാണ്. നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരമാണ്. വന്ന വഴികൾ ഒന്നോർത്തിടുകിൽ എന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതെ നമുക്കൊന്നും പറയാനില്ല. എത്രയോ അവസരങ്ങളും എത്രയോ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി. നന്മകൾ മാത്രം നീ ഞങ്ങൾക്കായി നൽകി, നവ്യമാക്കി ഈ ജീവിതം. അതെ, നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് അതേ ഉള്ളൂ. നന്മകൾ നൽകി നമ്മെ നവ്യമാക്കിയ നമ്മുടെ കർത്താവ് നാൾ മുഴുവൻ കീർത്തിക്കുവാൻ, നാവിനാലെ കീർത്തിക്കുവാനായിട്ടുള്ളതായ കൃപ നൽകി, ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള ബലം നൽകി നമ്മെ നടത്തിയ കർത്താവ്. തളർന്നോരോ നിമിഷങ്ങളിലും തവ കരങ്ങൾ നമുക്ക് ആശ്വാസമായിട്ട് തീർന്നു. ഓടിമറയുന്ന നാളുകളെല്ലാം ഓർപ്പിക്കുന്ന കർത്താവിന്റെ ആ മഹാകാരുണ്യം. പ്രിയപ്പെട്ടവരെ, എത്രയോ അനുഗ്രഹമായ കാര്യമാണ്. നമ്മുടെ മനസ്സിന്റെ വ്യത കണ്ട് മനസ്സറിഞ്ഞ് നമ്മെ സഹായിച്ച കർത്താവ്, ഇരുളേറുന്ന പാതയിലെല്ലാം ഇതുവരെ താങ്ങിയ നമ്മുടെ കർത്താവ് എത്ര സ്നേഹവാനാണ്, എത്ര കരുണയുള്ളവനാണ്. ആ കഴിഞ്ഞൊരു വർഷക്കാലം നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് നമ്മയൊക്കെ നന്ദിയോടെ, ഹൃദയം നിറയുന്ന നന്ദിയോടെ ഈ പാട്ട് കേൾക്കാം. എന്നും കരങ്ങളിൽ വഹിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇപ്പോൾ സഹോദരൻ ജോൺ സ്റ്റംപാൻ ന്യൂജേഴ്സിയിൽ നിന്ന് ഈ ഗാനവുമായി നമ്മുടെ മധ്യത്തിലേക്ക് ചേരുന്നു. പ്രിയ സഹോദരനെ ഈ ഗാനം ആലപിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. ജോൺ സ്റ്റംപാൻ ന്യൂജേഴ്സി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലല്ല തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലല്ല തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവ്യഥകൾ നീ എന്നും കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലല്ല
ഇരുകരവും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലല്ല ഇരുകരവും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരുതലിൽ വഹിച്ചവനേ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ. താങ്ക് യു ജോൺ സ്തംഭാൻ. മനോഹരമായിട്ട് പാടി. നമ്മൾക്കൊരു പ്രാവശ്യം കൂടെ നമ്മുടെ വന്ന വഴികളെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുവാനും ഇടയായല്ലോ. പ്രിയ സഹോദരനോട് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ ദൈവം പ്രിയ ദേവദാസിനെ ഒരുക്കട്ടെ. ന്യൂ ജേഴ്സിയിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കുവഹിച്ച് മുന്നോട്ട് പോകുവാൻ പ്രിയപ്പെട്ടവനെ ദൈവം സഹായിക്കട്ടെ. ഇത്രയും സമയം നമ്മൾ മനോഹരമായ ഗാനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയം നമുക്കൊരു സന്ദേശം കേൾക്കുവാനുള്ള അവസരമാണ്. എല്ലാവരും ജോയിൻ ചെയ്ത്, എല്ലാവരും ആരും പോകരുത്. എല്ലാവരും പ്രിയപ്പെട്ട ദേവദാസൻ ജോൺ പി തോമസ് എറണാകുളം നമ്മോട് ദൈവം സംസാരിപ്പാൻ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം പ്രിയ ദേവദാസൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് നമ്മുടെ മധ്യത്തിൽ വളരെ ഫലകരമായ നിലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസനാണ്. അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ തന്റെ ശുശ്രൂഷ മുഖാന്തരമായിട്ടുണ്ട്. മാത്രമല്ല ഭാവിയെക്കുറിച്ചും പ്രവചനത്തെ വരുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ആധികാരികമായി അത് പഠിച്ച് വായിച്ച് ധ്യാനിച്ച് നമുക്ക് നൽകി തരുന്ന അനുഗ്രഹിക്കുന്നമായ സന്ദേശങ്ങളാണ്. ഭാവിയോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലും ഇസ്രായേലിന്റെ ഭാവിയോടുള്ള ബന്ധത്തിലൊക്കെയും മനോഹരമായ അനവധി അനേക സന്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു കർത്തൃദാസനാണ് പ്രിയ ദേവദാസൻ. തുടർന്ന് അല്പസമയം നമ്മോട് ദൈവത്തിൽ സംസാരിക്കുന്നതാണ്. അതിനായി പ്രിയ കർത്തൃദാസൻ ജോൺ പി തോമസിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു വർഷത്തിന്റെ ഏതാണ്ട് അവസാന ദിവസങ്ങളിലേക്ക് വന്നു. പ്രിയപ്പെട്ട ബ്രദർ പാടിയ പോലെ വന്ന വഴികൾ തിരിഞ്ഞു നോക്കി ഒരുപാട് നന്ദി പറയാനായിട്ടുണ്ട്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ ദൂത് എന്നോട് ആവശ്യപ്പെട്ടു, എ ഷോർട്ട് മെസ്സേജ്. ഞാൻ അതുകൊണ്ട് പ്രവചന വിഷയങ്ങളോ ഒന്നും ഞാൻ എടുത്തില്ല. എന്റെ മനസ്സിൽ പ്രേരണ തോന്നിയ ഒരു ഭാഗം ഞാൻ എടുത്ത് ഈ ചെറിയ ദൂത് നൽകി അവസാനിപ്പിച്ചോളാം. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മള് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ആരംഭം, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് അവരൊരു രാഷ്ട്രമായി പിറന്നു വീഴുകയാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഈജിപ്റ്റ് വാസ് ദ womb in which the nation of Israel was born. ഇസ്രായേൽ രാഷ്ട്രം പിറന്ന ഒരു ഗർഭപാത്രമാണ് ഈജിപ്റ്റ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വാസ്തവമാണ്, ഈജിപ്തിൽ നിന്നാണ് അവര് ഒരു രാഷ്ട്രമായി പിറന്നു വീഴുന്നത്. അതുള്ള ബന്ധത്തിൽ ഒരു
കാര്യം ദൈവം പ്രാരംഭത്തിൽ തന്നെ അവരോട് പറഞ്ഞു. ഞാൻ ആ ഭാഗം ഒറ്റ വാക്കില് നിന്നുകൊണ്ട് എനിക്ക് നൽകിയ സമയം അല്പസമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ അതിന്റെ പ്രാധാന്യത ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 12 വേഴ്സസ് 2. ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നമ്മള് ഇതോടുള്ള ബന്ധത്തിലാണ് പെസഹ കാണുന്നത്. ഈ മാസത്തിലാണ്. ഞാന് ഒരുപാട് വിശദീകരണത്തിൽ പോകാതെ ഓർപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ വരുമ്പോൾ 2-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാണ്, അന്ന് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പെസഹയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അന്ന് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. ഇവിടെ നമ്മൾ കാണുന്നു, ഈ പെസഹയുള്ള ബന്ധത്തിൽ ദൈവം കൽപ്പിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ആണ്ടിന്റെ ആരംഭ ദിവസമായിരിക്കണം. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അവരുടെ കലണ്ടറിൽ 6 മാസം പിന്നിട്ട് കഴിക്കും. അവരുടെ സിവിൽ കലണ്ടർ 6 months have passed in their civil calendar. അവരുടെ സിവിൽ കലണ്ടറിൽ 6 മാസം കഴിഞ്ഞപ്പോഴാണ് സ്വർഗത്തിന് ദൈവം പറയുന്നത്, ഇവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കമായിരിക്കണം. ഈ മാസം നിങ്ങളുടെ മാസങ്ങളുടെ ആരംഭമായിരിക്കണം. നമ്മൾ ഓർക്കുക, ഈ പെസഹ കുഞ്ഞിനോടുള്ള ബന്ധത്തിലാണ് അവരെ സംഹാരദൂതന്റെ കയ്യിൽ നിന്ന് വിടുതൽ കിട്ടുകയും മാത്രമല്ല ഈജിപ്തിൽ നിന്ന് അവർക്കൊരു വിടുതൽ കിട്ടുകയും ചെയ്തത്. സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഈ പെസഹ കുഞ്ഞിനോടുള്ള ബന്ധത്തിലാണ്. ദൈവം അവരോട് കൽപ്പിച്ചു, ഇത് നിങ്ങളുടെ മാസങ്ങളുടെ ആരംഭമായ 1-ാം മാസമാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഒരു ജനമായി, ഒരു രാഷ്ട്രമായി ദൈവത്തിനു വേണ്ടി പിറന്നതിന്റെ 1-ാം ദിവസം. നമ്മൾ ഓർക്കണം, ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയ തുടക്കം ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, നമ്മെ സംബന്ധിച്ചും നമുക്ക് ഒരു പുതിയ തുടക്കം തോന്നും. പഴയൊരു ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മൾ. പരാജയങ്ങളും തോൽവികളും ഒക്കെ സംഭവിച്ചു. ഇസ്രായേലിന്റെ ജീവിതം പരിശോധിച്ചാൽ ആ അടിമത്വത്തിൽ അവരെത്രയോ കഷ്ടപ്പെട്ടു. എന്തെല്ലാം പരാജയങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും അവർക്കുണ്ടായി. എന്നാൽ അവർക്കൊരു പുതിയ തുടക്കം, സ്വാതന്ത്ര്യം, അവരനുഭവിക്കുന്ന നന്മകളിലേക്ക് അവർ കാലെടുത്ത് വെക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നു, എല്ലാം ബിഹോൾഡ് എവറിത്തിങ് ഹാസ് ബിക്കം ന്യൂ. യേശുക്രിസ്തുവിൽ നമ്മൾ ആയിത്തീരുമ്പോൾ നമുക്ക് ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറുന്നു. നമുക്ക് സകലവും പുതുതായി മാറുന്നു. ആൻഡ് വി ഓൾസോ റിസീവ് എ ന്യൂ ബിഗിനിങ്. ഒരു ആണ്ടിന്റെ ആരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം ഒരിക്കൽ ഇസ്രായേലിനോട് പറഞ്ഞ പോലെ, ഇത് നിങ്ങളുടെ മാസങ്ങളുടെ ആരംഭമായ 1-ാം മാസമാണ്. നമ്മൾ ഓർക്കുക, ഇതിനെല്ലാം ദൈവം തന്നെ കാരണഭൂതൻ എന്ന് വായിക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗം ഒന്നിരുന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ പുതിയത് എന്ന വാക്ക് ഏതാണ്ട് 192 പ്രാവശ്യമെങ്കിലും ബൈബിളിൽ ആവർത്തിച്ചിട്ടുണ്ട്. 192 പ്രാവശ്യമെങ്കിലും. നമുക്ക് ആ 192 പ്രാവശ്യമുള്ളത് എല്ലാം പരിശോധിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ അതിൽ പ്രസക്തമായ ചിലത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ പുതിയത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാരംഭമായി ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് രേഖപ്പെടുത്തിയത്. നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിന്റെ ഒറിജിനൽ ആശയത്തിൽ ദൈവം ഉദ്ദേശിച്ച പലതും നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. മനസ്സിലാക്കാം, എന്നാൽ അല്പം ബുദ്ധിമുട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യവന ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ പുതിയതിന് 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വാക്ക് നിയോസ് എന്നാണ്, നിയോസ്. രണ്ടാമത്തെ വാക്ക് കെയ്നോസ് എന്നാണ്. ഈ 2 വാക്കുകളുടെ ആശയം വ്യത്യസ്തമായി നമ്മൾ മനസ്സിലാക്കിയാൽ വചനത്തിലെ അനേക വാക്യങ്ങൾക്ക് പുതിയ ആശയം നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാം. ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ കേരളത്തിലെ ഒരു വളരെ
ആളുകൾ മേടിക്കുന്ന ഒരു കാറാണ് ഹുണ്ടയുടെ i20. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ്. ഹുണ്ടയുടെ i10, ക്ഷമിക്കണേ, i10, ഹുണ്ടയുടെ i10 ചെറിയൊരു കാറാണ്, വളരെ നല്ലൊരു കാറാണ്. എന്നാൽ ആ കാർ ഇപ്പോഴൊന്ന് മോഡിഫൈ ചെയ്ത് പുതുതായിട്ട് ഇറക്കി, ഒരു പുതിയ ലുക്കും ഒക്കെ ആയിട്ട്. അകത്തെ എഞ്ചിനൊക്കെ സെയിം തന്നെയാണ്. ആ കാറിന്റെ പുറകിൽ ഞാൻ നോക്കിയപ്പോൾ ഈ വാക്ക് എഴുതിയിട്ടുണ്ട്, നിയോസ്. ഹുണ്ടൈ i10 നിയോസ്. പക്ഷേ അവര് തെറ്റിദ്ധരിപ്പിച്ചൊരു വാക്കാണ് ഈ ഹുണ്ടൈ i10ന്റെ പുറകിൽ എഴുതിയിരിക്കുന്നത്. നിയോസ് എന്ന ഗ്രീക്കിൽ പറഞ്ഞാൽ സംതിങ് ന്യൂ, മുമ്പില്ലാതിരുന്ന പുതിയൊരു സാധനം. ഇറ്റ് ഈസ് എ ന്യൂ ഓബ്ജക്റ്റ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഒരു പുതിയ ക്രോപ്പ്, ആ പുതിയ ക്രോപ്പ്, ആ വിളവിന് നിയോസ് എന്ന് പറയും. അതേസമയം ബൈബിളിൽ കൈനോസ് എന്നൊരു വാക്കുണ്ട്. കൈനോസ് എന്ന വാക്കും നമ്മുടെ ഭാഷയിൽ പുതിയതെന്നാണ് അത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. പക്ഷേ കൈനോസ് എന്ന് പറയുന്നത് പുതിയതായിട്ട് സൃഷ്ടിച്ചൊരു വസ്തുതയല്ല. അതിന്റെ ക്വാളിറ്റി മാറ്റി. ഈ i10 എന്ന് പറയുന്ന ആ കാറിന്റെ ഔട്ട്ലുക്ക് ഒക്കെ മാറ്റിയപ്പോൾ വാസ്തവത്തിൽ അത് കൈനോസ് ആണ്. അത് ഒരു പുതിയതാണ്. പക്ഷെങ്കിൽ അത് പഴയ ഓബ്ജക്റ്റ് തന്നെ ഒരു പുതിയ ഒരു ക്വാളിറ്റിയിലേക്ക് അവർ മാറ്റി. അതിന് കൈനോസ് എന്നായിരുന്നു ഉപയോഗിക്കേണ്ടത് എന്നുള്ള വാക്ക് എഴുതി ഒട്ടിച്ചിരിക്കും. നമ്മൾ ഓർക്കുക, രണ്ട് വാക്ക്, നിയോസ് എന്നും കൈനോസ് എന്നും. നിയോസ് എന്ന് പറഞ്ഞാൽ ഇല്ലാതിരുന്നതും പുതുതായി ദൈവം ഉണ്ടാക്കിയതിന് നിയോസ് എന്ന് പറയുമ്പോൾ, കൈനോസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരുന്നു, അതിന്റെ ക്വാളിറ്റി ഒക്കെ മാറ്റി. ഈ വാക്ക് വളരെ പ്രാധാന്യത അർഹിക്കുന്നു. കാരണം നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് 21-ാം അധ്യായം ഒന്ന് ശ്രദ്ധിക്കാം. Revelation chapter 21. Revelation chapter 21. 21-ാം അധ്യായത്തില് നമ്മൾ അതിന്റെ 1-ാം വാക്യം തന്നെ ശ്രദ്ധിച്ചാൽ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തേത് ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രമിനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടു. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം. ഇവിടെ 3 പ്രാവശ്യം ആ വാക്യത്തിൽ പുതിയതെന്ന വാക്കുണ്ട്. എന്നാൽ അവിടെ വിവേചിച്ചിരിക്കുന്ന വാക്ക്, നമ്മൾ അതിന്റെ ഒറിജിനൽ ആശയം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള പല തെറ്റിദ്ധാരണകൾ മാറിയേനെ. ദൈവം പുതിയൊരു ഭൂമി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ എർത്ത്. അതർവൈസ് ദൈവം പുതിയ ഒരെണ്ണത്തിനെ സൃഷ്ടിച്ചു കൊണ്ടുവരികയല്ല, പഴയ ഭൂമിയെ ദൈവം റിനോവേറ്റ് ചെയ്യുകയാണ്. പത്രോസ് രേഖപ്പെടുത്തിയ പോലെ തീ കൊണ്ടതിനെ ചുട്ടരിച്ച് ഒരു പുതിയ ഭൂമിയെ ആ പഴയ മാറ്ററിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമുക്ക് ഒരു പുതിയ ജന്മം നൽകി. നമ്മളെ ഒരു ന്യൂ ആയിട്ട് ദൈവം തീർക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ഓർത്തതുപോലെ ക്രിസ്തുവിൽ നമ്മളെ എല്ലാ വിധത്തിലും നമ്മളെ പുതുമയുള്ളവരാക്കി മാറ്റുകയാണ്. ഇതിന് ദൈവം കാരണഭൂതനാണ്. ഞാൻ ആ വാക്ക് അല്പം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, പക്ഷെങ്കിൽ ഞാനത് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിക്കോദീമോസിനോട് കർത്താവ് സംസാരിച്ചത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലുണ്ട്. നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുവാനായിട്ട് കഴിയില്ല. നിക്കോദീമോസ് പറഞ്ഞു, ഞാൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്ന് വീണ്ടും ജനിക്കാൻ കഴിയുമോ? കർത്താവ് ഉടനെ അവനോട് ചോദിച്ചു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് ഇത് അറിയുന്നില്ലയോ? അപ്പോൾ കർത്താവ് പഴയ നിയമ ഏടുകളിൽ ഇതുണ്ട്, പഴയ നിയമ ഏടുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഉപദേഷ്ടാവ്, ഒരു ടീച്ചർ എന്ന നിലയിൽ നിക്കോദീമോസ് അറിയേണ്ടതാണ്. പക്ഷെ നിക്കോദീമോസ് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ഈവൻ യു ആർ എ ടീച്ചർ ഓഫ് ദ ഫാരിസീസ്, യെറ്റ് യു ഡോണ്ട് നോ ദിസ്. നിനക്ക് ഇത് അറിയത്തില്ലേ? കർത്താവ്, ഞാൻ പരിശോധിച്ചു വചനം, ഏത് വാക്യമാണ് കർത്താവ് ഉദ്ദേശിച്ചത് നിക്കോദീമോസിനോടുള്ള ബന്ധത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ പ്രകാശം ലഭിക്കുകയുണ്ടായി. കർത്താവ് നിക്കോദീമോസിനോട് പറയുന്നത്, സഭാപ്രസംഗി
11-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ്. ചാപ്റ്റർ 11 ആണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നീ ഇത് അറിഞ്ഞില്ലയോ എന്ന് കർത്താവ് ചോദിച്ചത് സഭാപ്രസംഗി 11-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ്. എല്ലാ ഭാഗങ്ങളും വായിക്കാൻ നേരമില്ല. ആദ്യത്തെ 6 വാക്യം വായിക്കണം. ഈ 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട് 4-ാം വാക്യം, അതായത് കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയില്ല, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭയുടെ ഉദരത്തിൽ അസ്ഥി ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ നീ അറിയുന്നില്ല. എന്നിട്ട് ദൈവം എടുത്തു പറയുകയാണ്, രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത്, ഇതോ അതോ ഏത് സഫലമാകും, രണ്ടും ഒരുപോലെ ആയിരിക്കുമെന്നും നീ അറിയുന്നില്ല. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് ഇത് അറിയുന്നില്ലേ? കർത്താവ് നിക്കോദീമസിനോട് ചോദിക്കുകയാണ്, രാവിലെ നിന്റെ കൈ ഇളച്ചിരിക്കരുത്, വിത്ത് വിതയ്ക്കണം, ഉച്ചയ്ക്ക് വിതയ്ക്കണം, വൈകിട്ട് വിതയ്ക്കണം, ഏതാണ് സഫലമായി വരുന്നതെന്ന് അറിയില്ല. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് നിന്ന് ഊതുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് നിന്ന് വരുന്നു പോകുന്നു, നീ അറിയുന്നില്ല. നിക്കോദീമസിനോട് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മാവിന്റെ പ്രവൃത്തി ഇതോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. ദൈവവചനം വളരെ വ്യക്തമായ തിരുവചനത്തിൽ പറയുന്നു, പത്രോസ് രേഖപ്പെടുത്തി, നാം കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് വീണ്ടും ജനിച്ചത്. ഒരു മനുഷ്യന് വീണ്ടും ജനനം ലഭിക്കുവാൻ ആധാരമായിരിക്കുന്നത് ദൈവവചനമാണ്, വിത്ത്. ആ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ അത് വീഴുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തി കൂടെ വരുന്നു. ഞാൻ അല്പം തുറന്നു പറഞ്ഞോട്ടെ. ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് ആ എഗ്ഗും സ്പേമും കൂടെ ചേരുമ്പോഴാണ്. ദൈവവചനം വിത്താണ്, സ്പേമാണെന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ജീവന്റെ വചനം നമ്മുടെ മനസ്സിൽ പതിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ പ്രവർത്തിക്കുന്നു. ഈ 2 ഘടകമാണ് നമ്മളെ വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. നിങ്ങൾ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവജനത്താലാണ് വീണ്ടും ജനിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുന്നത് ഒരു ശിശു ഗർഭപാത്രത്തിൽ ജനിക്കുന്ന പോലെ, ആ എഗ്ഗും സ്പേമും കൂടെ ചേർന്ന് ജനിക്കുന്ന പോലെ ദൈവം അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യുകയാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കടമ, നിങ്ങൾ വിതച്ചോണം, നീ വിതച്ചോണം, നിന്റെ കൈകൾ ഇളച്ചിരിക്കരുത്. രാവിലെ വിതയ്ക്കണം, ഉച്ചയ്ക്ക് വിതയ്ക്കണം, വൈകിട്ട് വിതയ്ക്കണം, ഏതാണ് സഫലമായി വരുന്നതെന്ന് അറിയില്ല. നീ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തിൽ നിനക്ക് വീണ്ടും ജന്മം ഉണ്ടാകുന്നു എന്നുള്ളത് ദൈവം ഓർപ്പിക്കുകയാണ്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഈ അനുഭവം കണ്ടിട്ടുണ്ട്. എന്റെ ശുശ്രൂഷകളിൽ ഞാൻ അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ അന്ന് അറിഞ്ഞിട്ടില്ല, പക്ഷെ അവർ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നും മറക്കാതെ ഒരുപാട് സംഭവങ്ങളിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ മൂവാറ്റുപുഴയിൽ ഒരു കല്യാണത്തിന് പ്രസംഗിക്കുകയാണ്. ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സ്റ്റേജിന്റെ അടിയിൽ ഒരു സഹോദരിയും അവരുടെ ഭർത്താവും കൂടെ എന്നെ കാത്തു നിൽക്കുകയാണ്. എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ ബ്രദറിനെ കാണാൻ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എന്റെ പേര് രജനി എന്നാണ്, ഞാനൊരു ബ്രാഹ്മിൻ കുടുംബത്തിൽ ജനിച്ചതാണ്. ബ്രദറ് ഇന്ന സ്ഥലത്ത് മൈതാനത്ത് പ്രസംഗിച്ചപ്പോൾ അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ആ സഹോദരി അന്ന് അവരുടെ ഹൃദയത്തിൽ ആ വിത്ത് വീണു. ഞാൻ അന്ന് ആ പ്രസംഗം നടത്തുമ്പോൾ പ്രത്യക്ഷമായ ആളുകൾ രക്ഷിക്കപ്പെട്ടു വന്നത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ആ സഹോദരി വന്ന് എന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, അന്ന് ഞാൻ ആ പബ്ലിക് മീറ്റിംഗിൽ ഒരു പരസ്യമായി ഒരു മൈതാനത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ വെച്ച് ആ സഹോദരി ബ്രാഹ്മിൻ, ഞാൻ ചോദിച്ചു, കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ടു വന്നിട്ടുള്ളൂ. ആ സഹോദരി രക്ഷിക്കപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ച് എറണാകുളത്തുള്ള ഒരു സ്ഥലസഭയിൽ ഇന്ന് കൂട്ടായ്മയിലുണ്ട്. ഞാൻ ഓർപ്പിച്ചു വന്നത്, നമുക്കൊരു കടമയുണ്ട്. ഇന്നലെ രാത്രിയിലും ഞാനൊരു പരസ്യ ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ നിന്ന് ദൈവജനം ശുശ്രൂഷിക്കുകയായിരുന്നു. എന്റെ സഹോദരന്മാരെ, നമ്മൾ ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ ഇതുപോലെ ഒരു സംഭവമല്ല, എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. നമ്മൾ അറിയുന്നില്ലേ?
ദൈവവചനം വിതയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്, നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ, സഭാപ്രസംഗിയിൽ കണ്ടതുപോലെ, നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്, നീ ഇതറിയുന്നില്ലേ? എന്റെ കൈ ഇളച്ചിരിക്കുന്നത്, കാറ്റിനെ വിചാരിച്ചാൽ നീ വിതയ്ക്കില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യത്തില്ല. ഞാൻ ആ വാക്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി. അതായത് രാഷ്ട്രീയക്കാര് വിതയ്ക്കുന്നത് കാറ്റിന്റെ ഗതി അനുസരിച്ചാണ്. അനുകൂലമായ കാറ്റടിക്കുമ്പോൾ അവർ അതനുസരിച്ച് വിതച്ചു കൊടുക്കും. അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി. ദൈവജനത്തിന് അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയാണ്. അവരങ്ങനെ വിചാരിച്ചാൽ ഒരിക്കലും വിതയ്ക്കത്തില്ല. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവജനം കേട്ട് വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. നമുക്കൊരു വലിയ കടമയുണ്ട്. നമ്മളാണ് ദൈവവചനം വിതയ്ക്കേണ്ടത്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തികളിൽ ചിതറിപ്പോയ ദൈവജനം, സഭയിൽ പീഡയുണ്ടായി ചിതറിപ്പോയ ദൈവജനം, പോയിടത്തൊക്കെ ദൈവജനം അവർ പ്രസംഗിച്ചു. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലാലിയോ, ആ വാക്കിന്റെ അർത്ഥം അവർ പറഞ്ഞുകൊണ്ടിരുന്നു. they were talking. അവര് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? അവിടെ അനേകം രക്ഷിക്കപ്പെട്ടു വരികയാണ്. കാരണം ദൈവാത്മാവ് നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഭാഗത്തെ കടമ നിർവഹിച്ചാൽ ദൈവാത്മാവ് ശക്തമായി നമ്മളോടുകൂടെ പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. ആ വിധത്തിൽ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കളാണ് നമ്മൾ. എന്നാൽ ദൈവമക്കളായ നമ്മുടെ ഏറ്റവും വലിയ ജോലി, നമ്മൾ ഓർത്തതുപോലെ, ദൈവജനത്തിൽ ഓർപ്പിച്ച പോലെ, കാറ്റിനെ വിചാരിക്കാൻ അനുകൂലമായ ഒരു സാഹചര്യം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ചിലര് പറയാറുണ്ട്, എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ, ഞാന് എന്റെ പെൺമക്കളെ ഒന്ന് വിവാഹം കഴിപ്പിക്കട്ടെ, ഞാന് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി അങ്ങ് ശുശ്രൂഷിക്കാൻ പോവുകയാണെന്ന്. ദൈവജനത്തിൽ പറയുന്നു, കാറ്റിനെ വിചാരിക്കുന്നവൻ കൊയ്യത്തില്ല, വിതയ്ക്കത്തില്ല, അവനെ കൊണ്ട് നടക്കില്ല. അനുകൂലമായ ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ, നമ്മൾ ഓർക്കണം, 1-ാം നൂറ്റാണ്ടിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ്, പീഡയുടെ മധ്യത്തിലാണ് അവർ ചിതറിപ്പോയിടത്തൊക്കെ ദൈവജനം പറഞ്ഞും പ്രസംഗിച്ചും കൊണ്ട് നടന്നത്. വി ഹാവ് എ ഡ്യൂട്ടി. നമ്മളൊരു പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടിയിൽ ഒരെണ്ണം ഇതായിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ പറയാതെ, നമ്മൾ പങ്കുവെക്കാതെ ഈ സുവിശേഷം ആര് പറയും? ഞാൻ പലപ്പോഴും എടുത്തു പറയാറുണ്ട്, കൊർന്നേലിയോസിന്റെ വീട്ടിൽ ഒരു ദൂതൻ കടഞ്ഞെന്ന് പറയുകയാണ്. തോൽക്കലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് ഉണ്ട്, അവിടെ അവനെ വിളിപ്പിക്കാൻ പറയുന്നു. അവൻ വന്ന് നിങ്ങളോട് രക്ഷാവചനം അറിയിക്കും. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ആ കൊർന്നേലിയോസിന്റെ വീട്ടിൽ ഒരു ദൂതൻ കടഞ്ഞെന്നു, ആ ദൂതൻ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ഇതാണ് സുവിശേഷമെന്ന്? ആ ദൂതൻ പറഞ്ഞാൽ പോരെ? ദൂതനെ കൊണ്ടല്ല ദൈവം പറയിപ്പിച്ചത്. നിങ്ങൾ എന്റെ സാക്ഷികളാകണം. ആരാണ് ഒരു സാക്ഷി? കണ്ടതും കേട്ടതും അനുഭവിച്ചവരുമാണ്. ദൈവത്തിന്റെ രക്ഷയുടെ മാഹാത്മ്യം അനുഭവിച്ച ദൈവജനമാണ് ഇത് പങ്കുവെക്കേണ്ടത്. ആ കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്ന് ദൂതൻ പറഞ്ഞു, തോൽക്കലനായ ശീമോനെ വിളിക്കാൻ പറഞ്ഞു. ആ വീട്ടിലുണ്ട് പത്രോസ്, അവനെ വിളിപ്പീര്. അവൻ വന്നാണ് കർത്താവിന്റെ വചനം അവരോട് അറിയിച്ച് ആ ഭവനം രക്ഷയിലേക്ക് വരുന്നെന്നുള്ളത് ഓർക്കുക. എന്ന് പറഞ്ഞാൽ ഈ പുതിയ വർഷത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, വാട്ട് എ ട്രമെൻഡസ് ഡ്യൂട്ടി വി ഹാവ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാന് രക്ഷിക്കപ്പെട്ടത് 1974-ലാണ്. 1974 ഞാന് കോട്ടയം കൺവെൻഷന് പോവുകയാണ്. ആ കൺവെൻഷന്റെ പുറകിൽ പോയിരുന്ന് ഞാൻ ഈ പ്രസംഗമൊക്കെ കേൾക്കുകയാണ്. യെസ്, ആ പ്രസംഗം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു, അയ്യോ, ഇവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടില്ലേ? അന്ന് പ്രസംഗം കഴിഞ്ഞിട്ട് എന്നെ ഒരാൾ കൂട്ടിക്കൊണ്ട് ബ്രദർ KG തോമാച്ചനെ കാണാൻ പോയി. താന് മീറ്റിങ്ങിനൊന്നും വരാൻ വയ്യ, താനൊരു ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ്. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഏതാനും നാളുകൾ, മാസം അല്ലെങ്കിൽ ആയിട്ടുള്ളൂ. എന്നെ കൊണ്ടുപോയ ആള് പറഞ്ഞു, എന്റെ പേര് രാജു എന്നാണ്, രാജുവിന് സുവിശേഷമൊക്കെ അറിയിക്കാൻ വലിയ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. KG തോമാച്ചൻ അന്നൊരു കാര്യം പറഞ്ഞു, എന്റെ മനസ്സിൽ നിന്നത് മാഞ്ഞു പോയിട്ടില്ല. ഇന്നും ഏതാണ്ട് 50 വർഷമായി അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഈ വാക്കുകൾ അദ്ദേഹം ഒരു കോട്ട് ചെയ്തതാണ് ആരോ ഒരു എഴുത്തുകാരന്. അതായത്, സ്വർഗത്തിൽ സുവിശേഷം അറിയിക്കാൻ അനുവാദം കൊടുത്താൽ സ്വർഗം ഒരു നിമിഷം കൊണ്ട് ശൂന്യമാകും. ഞാൻ ഒന്നുകൂടെ അത് കോട്ട് ചെയ്തിട്ട് അതിന്റെ അർത്ഥം പറയാം. സ്വർഗത്തിൽ സുവിശേഷം അറിയിപ്പാൻ
അനുവാദം കൊടുത്താൽ സ്വർഗം ഒരു നിമിഷം കൊണ്ട് ശൂന്യമാകും. അവിടെയുള്ള എല്ലാ ദൂതന്മാരും പറന്ന് ഭൂമിയിൽ വരും സുവിശേഷം അറിയിപ്പാൻ. എന്നാൽ ആ ദൂതന്മാർക്കോട് സുവിശേഷം അറിയിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. അവർ കുനിഞ്ഞു നോക്കുന്നു. അവർ ക്രിസ്തുവിന് വരുന്ന മഹിമയും പിൻവരുന്നതിനെ ഒക്കെ അവർ നോക്കി മനസ്സിലാക്കുന്നു. ഒരു പാപി ഇവിടെ രക്ഷിക്കപ്പെടുമ്പോൾ ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷമുണ്ടാകുന്നു. പക്ഷേ സ്വർഗത്തിൽ സുവിശേഷം അറിയിക്കാൻ അനുവാദം കൊടുത്താൽ, അന്ന് ദൈവദാസൻ എന്നോട് പറഞ്ഞത്, സ്വർഗം ഒരു നിമിഷം കൊണ്ട് ശൂന്യമാകും. അവിടെ നിന്ന് ദൂതന്മാരെല്ലാം പറന്നുവിടെ വരും. കാരണം അവർക്കറിയാം സുവിശേഷത്തിന്റെ വില. ഒരു നരകത്തിൽ പോകുന്ന പാപിയെ ഒരു നിമിഷം കൊണ്ട് സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റാൻ കഴിയും. ബ്രദേഴ്സ്, ഹൗ മച്ച് വി ഹാവ് ഷെയർഡ്. നമ്മൾ എത്രത്തോളം പങ്കുവച്ചിട്ടുണ്ട്? നമ്മുടെ കടമ എത്ര വലുതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ അവിടെ കൊണ്ട് നിർത്തട്ടെ. കർത്താവ് പറഞ്ഞു, നിന്റെ കൈ ഇളച്ചിരിക്കുക. രാവിലെ വിതയ്ക്കണം, ഉച്ചയ്ക്ക് വിതയ്ക്കണം, വൈകിട്ട് വിതയ്ക്കണം. അതോ ഏത് സഫലമാകും? രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്ന് നീ അറിയുന്നില്ല. വലിയൊരു കടമ നമ്മളെ. എന്നാൽ നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്. നമ്മൾ കർത്താവിന്റെ ക്രിസ്തുയേശുവിൽ പുതുതായി സൃഷ്ടിക്കപ്പെട്ടവർ. ദൈവമാണ് ഇതിനൊക്കെ കാരണഭൂതൻ. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം എടുക്കാം. ഈ പുതുതായി എന്നുള്ളതിന്റെ ഒരു വലിയ ആശയം അവിടെ കർത്താവ് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 16 തൊട്ടുള്ള വാക്യം. കുഴിത്തുണി കണ്ടം ആരും പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ ആ വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വലുതായി തീരും. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറുമില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ പകർന്ന് വെക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. വീഞ്ഞ് ബൈബിളിൽ സന്തോഷത്തിന്റെ ഒരു എംബ്ലമാണ്. വൈൻ ഈസ് എൻ എംബ്ലം ഓഫ് ജോയ്. നമ്മളിവിടെ കാണുന്നു ഈ പുതിയ വീഞ്ഞ്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി കൊണ്ടുവന്ന പുതിയ വീഞ്ഞ്. ഈ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ അനുഗ്രഹം ഉണ്ടല്ലോ, അത് എവിടെയാണ് പകരുന്നത്? ഒരു പുതിയ തുരുത്തിയിലേ പകരുകയുള്ളൂ. പഴയ തുരുത്തിയിൽ പകർന്നാൽ എന്ത് സംഭവിക്കും? ആ ഫെർമെന്റേഷൻ കൊണ്ട് ആ തുരുത്തി പൊട്ടിപ്പോകും. എന്നാൽ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ്. നമ്മൾ ആലോചിക്കണം, ആത്മാവിനെ പകർന്നു തന്നത് വീണ്ടും ജനിച്ചവരുടെ ഉള്ളിലേക്കാണ്. ഞാനും നിങ്ങളും പുതുതായി ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം തന്റെ ആത്മാവിനെ പകർന്നു തരുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചേ. 9 കൂട്ടം ഫലങ്ങൾ ഗലാത്യ ലേഖനത്തിൽ പറയുമ്പോൾ 1-2 ഞാൻ ഓർപ്പിച്ചോട്ടെ. സ്നേഹം, സന്തോഷം, ബ്രദേഴ്സ്, ജോയ്, ലവ്. One of the fruit of the spirit is joy. സന്തോഷം. നമ്മള് ഈ ദൈവജനം പറയുവാൻ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷമുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ആ പീഡയുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഈ ശിഷ്യന്മാരെ ഈ ദൂതുകൾ പങ്കുവച്ചത്? അവരുടെ ഉള്ളം ആ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. They were so joyous. അവരെ കാരാഗ്രഹത്തിൽ അടച്ച് ആമത്തിൽ പൂട്ടി അവരെ അടിക്കുമ്പോഴും അവരെ ബന്ധിച്ചിടുമ്പോഴും അവരവിടെ പാട്ടുപാടുകയാണ്. ജോയ്. പുതുതായി ജനിച്ച നമുക്ക് നമ്മുടെ ഉള്ളിൽ പകർന്ന ആ പുതിയ തുരുത്തിയിൽ നമ്മെ പുതുതായി തീർത്തിട്ട് നമുക്കൊരു വീണ്ടും ജന്മം നൽകിയിട്ട് ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നത് തന്റെ ആത്മാവിനെയാണ്. ആത്മാവിന്റെ ഫലങ്ങളിൽ ആദ്യം കാണുന്നു സ്നേഹം, സന്തോഷം. വിശ്വാസികളുടെ മുഖത്ത് നോക്കിയാൽ അവനൊരു ദൈവമകനാണെന്ന് അറിയണം. The joy should reflect on his face. അവൻ വാടിയ നീണ്ട മുഖത്തോടെ അല്ല ഈ സുവിശേഷം പങ്കുവെക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ സമയം അപ്പോൾ അവസാനിക്കും. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? വൈ? റോമലേഖനം 6-ാം അധ്യായം നോക്കിക്കട്ടെ. അതിന്റെ എല്ലാ വശങ്ങളിലേക്കും പോകാൻ നിവൃത്തിയില്ല. പക്ഷേ റോമലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ നാം
ഇനി മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. God's ultimate purpose for us on this earth. ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്? രക്ഷിക്കപ്പെട്ട നമ്മള് ഒരു പുതിയ സൃഷ്ടിയാണ്. രക്ഷിക്കപ്പെട്ട നമ്മളിൽ ഒരു പുതിയ ആത്മാവിനെ പകർന്നു തന്നു. ആ പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് ആനന്ദം കൊണ്ട് നിറയുന്നവരാണ്. എന്നാൽ മൂന്നാമതൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്തത്? We should walk in the newness of life. We should walk a new kind of life. നമ്മളൊരു പുതിയ ജീവൻ കാണിക്കാൻ. എന്നിട്ട് അവിടെ പറഞ്ഞ വാക്ക് നോക്കിയാട്ടെ, ക്രിസ്തു പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ. ആ വാക്ക് ഞാൻ ഒരുപാടിരുന്ന് ധ്യാനിച്ചു നോക്കി. കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചു. 40 ദിവസം ശിഷ്യന്മാരുടെ മധ്യത്തിലുണ്ടായിരുന്നു. കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചിട്ട് അവന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം, തന്നിൽ വിശ്വസിച്ചവർ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. അവിശ്വാസികൾക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടില്ല. അവൻ വിശ്വാസികളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഒന്ന് ആലോചിച്ചേ, നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നു, മനുഷ്യന്റെ ജീവൻ കുടികൊള്ളുന്നത് രക്തത്തിലാണ്. ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. പക്ഷെ ക്രൂശിൽ അവന്റെ രക്തം മുഴുവൻ ഊറ്റിക്കളഞ്ഞു, നമുക്ക് വേണ്ടി ഊറ്റി. കർത്താവ് പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾക്ക് എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഇല്ല. കർത്താവിന് അസ്ഥിയുണ്ട്, മാംസമുണ്ട്. പുനരുദ്ധാനത്തിൽ രക്തമുണ്ടെന്ന് പറഞ്ഞില്ല. അവന്റെ രക്തം അവൻ ഊറ്റി. പക്ഷെ അവൻ ജീവിക്കുന്നു. ജീവനായ രക്തം ഊറ്റി തന്നിട്ടും ജീവിക്കുന്നു. 40 ദിവസം ഈ ഭൂമിയിൽ അവൻ ജീവിച്ചു കാണിച്ചു. അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? അവര് ഒരു കട്ടം തേനും തേൻകട്ടയും വറുത്ത മീനും അവന് കൊടുത്തു. അവർ കാണുക അവൻ അവരോട് മേടിച്ചത് ഭക്ഷിച്ചു. He was showing what kind of life is in the future. അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്റെ സൗരന്മാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, അവർ കണ്ടു ഒരു പുതിയ ജീവിതം. അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ജീവൻ. അവൻ ജീവിക്കുന്നു. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല what kind of life it is. It is a resurrection life. ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. As we are walking in this earth, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും നടക്കുമ്പോൾ ദൈവജനം, വീണ്ടും ജനിച്ച ദൈവജനം, പുതുതായി ജനിച്ച ദൈവജനം, പുതിയ സൃഷ്ടിയായി തീർന്ന ദൈവജനം, അവരുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ പകർന്നിട്ട് ആ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ പകർന്നു വെച്ചതുപോലെ ആനന്ദം നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, നടക്കുമ്പോൾ ജീവന്റെ പുതുക്കം, എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്. ഇവനൊരു പുതിയ സൃഷ്ടിയാണല്ലോ, ഇവനൊരു പുതിയ മനുഷ്യനാണല്ലോ. ഇവന്റെ നോട്ടം നോയിക്കേ, ഇവന്റെ സംസാരം നോയിക്കേ, ഇവന്റെ ഇടപെടൽ നോയിക്കേ, ഇവന്റെ ലക്ഷ്യം നോയിക്കേ. ലോക മനുഷ്യരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായി ജീവിക്കണം. എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്. ഞാനിവിടെ നിർത്തുന്നു. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം നിർത്തുകയാണ്. ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾക്കിത് ഒരു പുതിയ വർഷമായിരിക്കും. ഇത് നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി. ആണ്ടിൽ 1-ാം മാസം. 6 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ പെസഹ കുഞ്ഞാടിനുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം ദൈവം കൊടുത്തു. ഞാനും നിങ്ങളും പുതിയൊരു സൃഷ്ടിയായി മാറി. ഇത് ദൈവത്താൽ സാധിച്ചതാണ്. സിസ്റ്റേഴ്സ്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നമ്മൾ വീണ്ടും ജനിച്ചത് കൊണ്ടാണ് സ്വർഗരാജ്യം നമുക്കുണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുള്ളത്. കണ്ടാൽ സകലവും പുതുതാക്കി നമ്മളെ തീർത്തു. We are a new creation in Christ. നമ്മൾ ഓർക്കണം, നമ്മുടെ ദൗത്യം, ഏറ്റവും വലിയ ദൗത്യം, നാം വീണ്ടും ജനിച്ച ദൈവജനം നമ്മൾ വിതയ്ക്കുവാൻ, പറയുവാൻ, പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കടമ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. ആ കടമ നമ്മൾ നിർവഹിക്കണം. നിന്റെ കൈ ഇളച്ചിരിക്കരുത്. രാവിലെയും വൈകിട്ടും നിനക്ക് അവസരമുള്ളപ്പോഴൊക്കെ പറയണം. ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ വീണ്ടും ജനനം സംഭവിച്ചോളൂ. 2, നമ്മൾ ഓർത്തതുപോലെ നമ്മള് ആ വചനം, ആ സന്തോഷം പ്രകടമാക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പുതിയ
വീഞ്ഞ് പുതിയ തുരുത്തിൽ വേർതിരിക്കുക. സ്നേഹം, സന്തോഷം, ആത്മാവിന്റെ ഫലം. 3 നമ്മൾ കണ്ടു. നമ്മൾ നടക്കുന്നത് ജീവന്റെ പുതുക്കത്തിലായിരിക്കും. പ്രയാസങ്ങളുണ്ട്, ഇവിടെ ദുഃഖങ്ങളുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല തിന്മകൾ നമ്മളെ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവ പൈതലിന് ഇതിന്റെ എല്ലാം മുകളിൽ ഒരു പുതിയ ജീവന്റെ അനുഭവത്തിൽ ജീവിപ്പാൻ കഴിയും. ഞാനിവിടെ നിർത്തുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവസാനം വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നു, കണ്ടാലും ഞാൻ സകലവും പുതുതാക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പുതുമയുടെ പുതിയ ഒരു തീരുമാനവുമായി നമുക്ക് കടക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു അങ്കിൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമുക്ക് കേൾക്കുവാനിടയായി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേട്ട സന്ദേശം ഏറ്റെടുക്കുവാനും പുതിയ വർഷത്തിൽ പുതിയൊരു അനുഭവത്തോടെ, പുതിയൊരു ദൗത്യത്തോടെ മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കേട്ട സന്ദേശത്തോട് അനുബന്ധിച്ചുള്ളതായ ഒരു ഗാനമാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ലോകം നമ്മുടെ ഭവനമല്ല, നമ്മളിവിടെ ഒരു യാത്രക്കാരൻ മാത്രമാണ്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം നിക്ഷേപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിലെ ദൂതന്മാർ നമ്മളെ ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തു നമ്മുടെ സ്നേഹിതനല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതെ, നമ്മളിവിടെ വെറും യാത്രക്കാര് മാത്രമാണ്. സ്വർഗീയ ഭവനത്തിലേക്ക് നാം പോകുന്നവരാണ്. ഈ വഴിയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റിക്കൊണ്ട് അങ്ങേക്കരയിൽ നമ്മെ കാത്തു നിൽക്കുന്ന നമ്മുടെ പ്രാണപ്രിയരായ കർത്താവിനെ സ്വീകരിപ്പാൻ നമുക്ക് ഒരുങ്ങാം. ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം, ഐ എം ജസ്റ്റ് പാസിംഗ് ത്രൂ. ഞാൻ ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നവൻ മാത്രമാണ് എന്നർത്ഥം വരുന്ന മനോഹരമായ ഗാനം ജിം റിയൂസ് പാടി മനോഹരമാക്കിയ ഇംഗ്ലീഷ് ഗാനം ഇപ്പോൾ നമ്മുടെ പ്രിയ സഹോദരൻ ലിജോ ജോർജ് കാനഡയിൽ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രിയ സഹോദരനെ അതിനായി ഹാർദവമായി ക്ഷണിക്കുന്നു. This world is not my home, I'm just a passer through. My treasures are laid up somewhere beyond the blue. Angels beckon me from heaven's open door, and I can't feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven's not my home, then Lord, what will I do? Angels beckon me from heaven's open door, and I can't feel at home in this world anymore. Over in glory land we'll live eternally, with saints on every hand shouting victory. Their songs of sweetest praise right back from heaven's door, and I can't feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven is not my home, then Lord, what will I do? Angels beckon me from heaven's open door, and I can't feel at home in this world anymore. This world's not my home, I'm just a passer through. My treasures are laid up somewhere beyond the blue.
Angels beckon me from heaven's open door, and I can't feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven's not my home, then Lord, what will I do? Angels beckon me from heaven's open door, and I can't feel at home in this world anymore. I have a loving mother just over in glory land, and I don't expect to stop until I shake her hand. She's waiting now for me in heaven's open door, and I can't feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven's not my home, then Lord, what will I do? Angels beckon me from heaven's open door, and I can't feel at home in this world anymore. താങ്ക് യു ലിജോ. മനോഹരമായിട്ട് പാടി. ആ ഗാനത്തിന്റെ എല്ലാ ഫീലും നമുക്ക് ഉൾപ്പെടുവാനും നമുക്ക് ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നമ്മെ ഒരു പ്രാവശ്യം കൂടെ എത്തിക്കാൻ ലിജോയുടെ ഗാനത്തിനിടയായി. ലിജോയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു കുടുംബത്തിലാണ് ലിജോ ജനിച്ചു വളർത്തപ്പെട്ടത്. ആ ഭവനത്തിലുള്ള അനേക പ്രിയപ്പെട്ടവരെ ഗായകരാണ്. ആ കുടുംബം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. പ്രിയ സഹോദരനെ ദൈവം ധാരാളമായിട്ട് തുടർന്ന് ഉപയോഗിക്കട്ടെ, കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഇനി അനേക ഗാനങ്ങൾ പാടുവാൻ ഇടയാകട്ടെ. നമുക്ക് ഇനി അടുത്തായിട്ട് ഒരു ഗാനം കേൾക്കാൻ പോകുന്നത്, നമ്മള് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെല്ലാം കർത്താവിനെ പോലെ ആയിത്തീരും. നമ്മൾ വായിക്കുന്ന അങ്ങനെയാണ്, നമ്മുടെ താഴ്ചയുള്ള ശരീരം അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. പക്ഷേ കർത്താവിനെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? നാം എല്ലാവരും കർത്താവിനെ പോലെ ആകുമ്പോൾ കർത്താവിനെ തിരിച്ചറിയാൻ കഴിയുന്ന അവിടുത്തെ ആ കർത്താവിന്റെ മുറിപ്പാടുകൾ നമ്മൾ അവിടെ ശേഷിക്കുകയാണ്. മാത്രമല്ല, ആ മുറിപ്പാടുകളുള്ള കാര്യങ്ങളാൽ നമ്മളെ ആശ്ലേഷിച്ച് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിച്ചേരലാണ്. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന്റെ സന്നിധിയിൽ ചേരുമ്പോൾ കർത്താവ് ഓരോരുത്തരെയും ആശ്ലേഷിച്ച് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? വരുവീൻ, വണങ്ങി നമസ്കരിക്കാം. നമുക്ക് അവന്റെ വീണ് ആ കർത്താവിനെ നമസ്കരിക്കാം. നമുക്ക് വേണ്ടി ആണിപ്പാടുകൾ ഏൽക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ മനസ്സായി തീർന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കാം. നമുക്ക് സ്തുതിക്കാം. ആ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കാം. നമ്മുടെ കർത്താവ് ഉയർത്തുന്നതിന് 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പിന്നെ അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇന്ന് നമുക്ക് വേണ്ടി വീടൊരുക്കുകയാണ്. ഒരുക്കി തീർന്നു കഴിയുമ്പോൾ അവിടുന്ന് വരും. ആ ആണികളേറ്റ പാണികളുള്ള കർത്താവിനെ നമ്മൾ കണ്ട് ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തോഷ ദിനം നമുക്കായി ദൈവം ശേഖരിച്ചിരിക്കുന്നത്. അത് എത്രയോ ആനന്ദമാണ്. നാം ദൈവദാസങ്ങളിൽ കേട്ടതുപോലെ അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ മുഖവും ഒക്കെ സന്തോഷം കൊണ്ട് നിറയണം. കർത്താവിന്റെ സാക്ഷികളായിട്ട് നമ്മൾ ജീവിക്കണം. ആ അർത്ഥം വരുന്ന ശുദ്ധനാം യേശുവിൻ മുറിപ്പാട് മായാതെ ശേഷിക്കും നിത്യതയിലും എന്ന് തുടങ്ങുന്ന മനോഹര ഗാനവുമായി ഡാളസിൽ നിന്ന് നമ്മുടെ സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ്, അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹം അനുഗ്രഹിക്കുന്ന ഒരു ഗായകനാണ്. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ദൈവദാസനാണ്. പ്രിയ സഹോദരൻ ഫിലിപ്പ് കെ ആൻഡ്രൂസിനെ വളരെ സന്തോഷത്തോടെ ഈ ഗാനം ആലപിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ശുദ്ധനാമേശുവിൻ മുറിപ്പാടുകൾ മായാതെ ശേഷിക്കും നിത്യതയിൽ. ആണിപ്പാടുള്ള തൻ തൃക്കൈകളാൽ
പ്രത്യക്ഷനായി 40-ാം നാളിൽ സ്വർഗേ പോയി. ഉയിർത്തെഴുന്നേറ്റവൻ പ്രത്യക്ഷനായി 40-ാം നാളിൽ സ്വർഗേ പോയി. വീടൊരുക്കുന്നു തൻ മക്കൾക്കായി, വീടുകൾ തീർത്തവൻ കാത്തിരിക്കുന്നു. വീടൊരുക്കുന്നു തൻ മക്കൾക്കായി, വീടുകൾ തീർത്തവൻ കാത്തിരിക്കുന്നു. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, വരവിൻ ദിനത്തിനായി കാത്തിരിക്കാം. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, വരവിൻ ദിനത്തിനായി കാത്തിരിക്കാം. തന്റെ ലക്ഷ്യം താൻ തികച്ചിടുവാൻ ഒരുങ്ങാത്തവരും ഒരുങ്ങിടുവാൻ. തന്റെ ലക്ഷ്യം താൻ തികച്ചിടുവാൻ ഒരുങ്ങാത്തവരും ഒരുങ്ങിടുവാൻ. ദീർഘക്ഷമയോടെ കാത്തിരിക്കൂ, താമസമെന്നു നാം കരുതിടല്ലേ. ദീർഘക്ഷമയോടെ കാത്തിരിക്കൂ, താമസമെന്നു നാം കരുതിടല്ലേ. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, വരവിൻ ദിനത്തിനായി കാത്തിരിക്കാം. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, വരവിൻ ദിനത്തിനായി കാത്തിരിക്കാം. ശുദ്ധനാമേശുവിൻ മുറിപ്പാടുകൾ മായാതെ ശേഷിക്കും നിത്യതയിൽ. ആണിപ്പാടുള്ള തൻ തൃക്കൈകളാൽ കണ്ണീർ തുടയ്ക്കുന്ന നാളടുത്തു. ശുദ്ധനാമേശുവിൻ മുറിപ്പാടുകൾ മായാതെ ശേഷിക്കും നിത്യതയിൽ. ആണിപ്പാടുള്ള തൻ തൃക്കൈകളാൽ കണ്ണീർ തുടയ്ക്കുന്ന നാളടുത്തു. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, വരവിൻ ദിനത്തിനായി കാത്തിരിക്കാം. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, വരവിൻ ദിനത്തിനായി കാത്തിരിക്കാം. താങ്ക് യു ജിബു, മനോഹരമായിട്ട് പാടി. നമുക്ക് ആ വരവിന്റെ പ്രത്യാശയിൽ ഒന്നുകൂടെ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുവാൻ ഈ ഗാനം ഇടയായി. പ്രിയ സഹോദരനെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ. മനോഹരമായ അനേക ഗാനങ്ങൾ പാടുവാനും കർത്താവിന് വേണ്ടി വിവിധ വേളകളിൽ പ്രയോജനപ്പെടുവാനും പ്രിയപ്പെട്ടവനെ ഉപയോഗിക്കട്ടെ. നിത്യതയിൽ വിശ്രമിക്കുന്ന അന്നമാസി ജോൺ എന്ന് പറയുന്ന ആ സഹോദരി എഴുതിയ ഗാനമാണ്. ഈ ഗാനം കേൾക്കുവാൻ നമ്മെ ബലപ്പെടുത്തിയല്ലോ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും. നമ്മുടെ പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ വേളയിൽ നമുക്ക് ആ മാർവീഴ്ച ആരുവാനായിട്ട് കഴിയും. ആ കർത്താവിന്റെ ഇമ്പസ്വരം നമ്മൾ കേൾക്കും. അത് നമ്മെ മുന്നോട്ട് പോകുവാനായിട്ട് ബലപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുമ്പോൾ നമുക്ക് മാർവീഴ്ച ആരുവാനും ആശ്വസിക്കുവാനും ഇമ്പസ്വരം കേൾക്കുവാനും നമ്മുടെ കർത്താവ് ഉണ്ട്. കാക്കയാൽ ആഹാരം നൽകുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കും. നമുക്കറിയാം ഏലിയാവിനെ കാക്കയാൽ പോറ്റിയ ദൈവം, ആ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. ഈ ലോകത്തുള്ള മനുഷ്യരുടെ സഹായമൊന്നും നമുക്കില്ലെങ്കിലും നമ്മളെ സഹായിപ്പാൻ, നമ്മളെ കരുതുവാൻ കർത്താവ് മതിയായവനാണ്. ശ്രേഷ്ഠമായിട്ട് നമ്മെ നടത്തുന്നു.
വിശ്വസ്തനായ ദൈവമാണ് നമ്മെ വിളിച്ചത്. അന്ത്യം വരെ നമ്മെ നടത്തും, നിത്യതയിൽ നമ്മെ എത്തിക്കും. നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കൂടെയുണ്ട് പ്രിയൻ ചാരവേ എന്നുള്ള മനോഹരമായ ഗാനം നമുക്ക് ശ്രവിക്കാം. UK നിന്ന് പ്രിയ ജിജു കുര്യൻ, പ്രിയപ്പെട്ടവൻ നമ്മോട് ആ ഗാനം ആലപിക്കുന്നതാണ്. പ്രിയ ജിജു കുര്യനെ മനോഹരമായ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരിടും ഞാനാമാർവതിൽ. കേൾക്കുന്നു നാഥനിമ്പസ്വരം, മുന്നോട്ടു പോയിടാ. കൂടുണ്ടു പ്രിയനൻ ചാരവേ, ചാരിടും ഞാനാമാർവതിൽ. കേൾക്കുന്നു നാഥനിമ്പസ്വരം, മുൻപോട്ടു പോയിടാ. ആഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തനെന്നെ വിളിച്ചതാ, നടത്തുമന്ത്യം വരെ. കാക്കയാലാഹാരം തന്നിടും, ശ്രേഷ്ഠമായി എന്നെ നടത്തിടും. വിശ്വസ്തനെന്നെ വിളിച്ചതാ, നടത്തുമന്ത്യം വരെ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ. ഇല്ലത്തെല്ലും നിരാശകൾ, പ്രിയൻ കൂടുള്ളതാ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിടും വേളയിൽ. ഇല്ലത്തെല്ലും നിരാശകൾ, പ്രിയൻ കൂടുള്ളതാ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. പാടും ഞാനായുസ്സിൻ നാളെല്ലാം, വീണ്ടെടുത്ത എൻ പ്രിയനെ. സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം, ആനൽ സന്തോഷത്തെ. പാടും ഞാനായുസ്സിൻ നാളെല്ലാം, വീണ്ടെടുത്ത എൻ പ്രിയനെ. സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം,
നൽ സന്തോഷത്തെ കാണുന്നു ഞാൻ വൻ സൈന്യത്തെ ശോഭന പൂർണ്ണരാം സംഘത്തെ വിശുദ്ധന്മാരുടെ കൂട്ടത്തെ നിത്യസന്തോഷത്തിൽ കാണുന്നു ഞാൻ വൻ സൈന്യത്തെ ശോഭന പൂർണ്ണരാം സംഘത്തെ വിശുദ്ധന്മാരുടെ കൂട്ടത്തെ നിത്യസന്തോഷത്തിൽ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ ഗാനത്തിലൂടെ നമുക്ക് ലഭിച്ചത്. മനോഹരമായിട്ട് പാടിയ ജിജുവിനോടുള്ള നന്ദി അറിയിക്കും. തുടർന്നും അനേക ഗാനങ്ങൾ പാടുവാൻ ഇടയാക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ തന്റെ ജീവിതം മുഖാന്തരമാക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നൽകട്ടെ. യാഹേ നീ എൻ ദൈവം, ഈ വലിയവനായ ദൈവം നമ്മുടെ ദൈവമായി തീർന്നത് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് അനേക പ്രയോജനങ്ങളുണ്ട്. പാട്ടുകാരൻ പാടുകയാണ്, ഭയം എനിക്ക് ഇനി എന്നിൽ സ്ഥാനമില്ല, ഭയത്തിന് ഇനി എന്നിൽ സ്ഥാനമില്ല, എന്റെ ഭാവിയെല്ലാം താതന്റെ കരങ്ങളിലാണ്. മാത്രമല്ല നിരാശ എന്നെ തൊടുകയില്ല. ഈ ദൈവം നമ്മുടെ ദൈവമായതുകൊണ്ട് നമുക്കിനി നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ചുറ്റും നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കിയാൽ ഒത്തിരി നിരാശപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഈ യാഹ് നമ്മുടെ ദൈവമായതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിച്ചു വരുവാൻ നമുക്ക് കഴിയണം. കാരണം ഈ ദൈവം മയങ്ങാത്തവനാണ്, ഈ ദൈവം ഉറങ്ങാത്തവനാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ നമുക്ക് ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു യാഹ് നമുക്ക് വേണ്ടിയുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം. നമ്മുടെ കഴിവിലോ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ പണത്തിലോ നമ്മുടെ യാതൊന്നിലും അല്ല. ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കായിട്ടുണ്ട്. ഒരു ദൈവം നമ്മുടെ ദൈവമായിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ നിരാശപ്പെടാതെ നമുക്ക് പ്രത്യാശയാൽ അനുദിനം വർദ്ധിച്ച് നമുക്ക് പാടാം, യാഹേ നീ എൻ ദൈവം. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇപ്പോൾ അല്ലാണ്ടയിൽ നിന്ന് ജിജോ തോമസ് നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നതാണ്. പ്രിയ സോരൻ ജിജോ തോമസിനെ ഗാനം ആലപിക്കുവാനായി ക്ഷണിക്കുന്നു. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നിൽ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ.
മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തനെന്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തനെന്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. 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 താങ്ക് യു ജിജോ. മനോഹരമായിട്ട് പാടി. അനേക ഗാനങ്ങൾ പാടുവാൻ ഉപയോഗിക്കട്ടെ. നമുക്ക് വേണ്ടി മയങ്ങാതെ ഉറങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന കർത്താവിനെ കുറിച്ച് മനോഹരമായിട്ട് പാടുവാൻ എല്ലാവരുടെയും ജിജോയെ ബലപ്പെടുത്തി. തുടർന്നു ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേക ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ വേലയിൽ ഒരു പങ്കുവഹിപ്പാൻ പ്രിയ സഹോദരനെ ദൈവം ഉപയോഗിക്കട്ടെ. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപാവരങ്ങൾക്കായിട്ടും, ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ മനോഹരമായ ഗാനത്തിലൂടെ നമ്മെ സന്തോഷിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം തേടുന്ന ദൈവമാണ്. ആഴങ്ങൾ തേടുന്ന ദൈവം മാത്രമല്ല, ആത്മാവെ തേടുന്നതായ ദൈവം, മനുഷ്യാത്മാവിനെ തേടി ഈ ഭൂമിയിലേക്ക് വന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. നമ്മള് തോണി കരതെറ്റി ഇളകുമ്പോൾ, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ, മറപറ്റി അണയുന്ന നമ്മുടെ അടുത്തേക്ക് ചാരെ വന്ന് നമ്മെ ആഴിയിൽ താഴാതെ
കരപറ്റാൻ കരം നൽകുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമുക്കറിയാം, ശിഷ്യന്മാര് തോണിയിലൂടെ അക്കരയ്ക്ക് പോയപ്പോൾ വലിയ കോളും കാറ്റും ഉണ്ടായപ്പോൾ അവരുടെ അടുത്തേക്ക് കടലിന്റെ മേൽ നടന്നു വന്ന് അവരെ അക്കരെ എത്തിച്ചതായ നമ്മുടെ കർത്താവ് അവിടുന്ന് മതിയേവനാണ്. മാത്രമല്ല, ഉയരത്തില് ഉലഞ്ഞിരുന്ന തരുക്കളിൽ ഒളിക്കുമ്പോൾ ഉയർന്നെ ക്ഷണിച്ചിരുന്ന ദൈവം. നമുക്കറിയാം, സക്കായി ആ മരത്തിന്റെ ഒളിഞ്ഞിരുന്നപ്പോൾ സക്കായിയെ കണ്ട് ആ സക്കായിയെ വിളിച്ച് ആ സക്കായിയുടെ ഭവനത്തിലേക്ക് പോവുകയും മടിക്കാതെ ഭവനത്തിൽ വന്ന് പുണർന്നതായ ഒരു ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. മാത്രമല്ല, പാപത്തിൽ മനം തൊന്ന് കണ്ണുനീർ തരംഗമായി മാറുമ്പോൾ കനമുള്ള പാപങ്ങൾ മറയ്ക്കുന്നതായ മനം മാറ്റും ശുദ്ധമായ ഹിമം പോലെ വെണ്മയായി തീർക്കുന്ന ഒരു കനിവുള്ള ദൈവം നമുക്ക് ഉണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ ആഴങ്ങൾ തേടുന്ന ആ ദൈവത്തെ നമുക്ക് ഒരു പ്രാവശ്യം കേൾക്കാം. ആത്മാവിൽ നേടുന്ന ദൈവത്തെ, നമ്മുടെ അന്തരംഗം കാണുന്ന ദൈവത്തെ നമുക്ക് ഒരു പ്രാവശ്യം ഒരു ഗാനത്തിലൂടെ ശ്രദ്ധിക്കാം. പ്രിയ ലിസ ബിജു ബഹ്റിൻ എന്ന ഗാനം ആലപിക്കുന്നതാണ്. ആഴങ്ങൾ തേടുന്ന ദൈവം. ലിസ ബിജു ഫ്രം ബഹ്റിൻ. Praise the Lord. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൻ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൻ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമിൻ ചാരി, തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൻ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. ഉയരത്തിൽ ഉലഞ്ഞിടും കരുക്കളിൽ ഒഴുകുമ്പോൾ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം. കനിഞ്ഞെന്റെ വിരുന്നിന് മടിയാതിൻ ഭവനത്തിൽ കടന്നെന്നെ ഉണർന്നിടും ദൈവം. കനിഞ്ഞെന്റെ വിരുന്നിന് മടിയാതിൻ ഭവനത്തിൽ കടന്നെന്നെ ഉണർന്നിടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം,
കതിർ കൂട്ടി വിധിയോടും നേരം അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായി അളന്നിടും ദൈവം. അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായി അളന്നിടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിനനന്തമം ദൂരത്തിൽ നിന്നെന്നി അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിനനന്തമം ദൂരത്തിൽ നിന്നെന്നി അന്തരംഗം കാണും ദൈവം. Praise the Lord. താങ്ക് യു. മനോഹരമായിട്ട് പാടി. പഴയ ഗാനം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ എത്ര മനോഹരമായ നിലയിൽ കേൾക്കാനിടയായല്ലോ. ലിസ ബിജു ബഹ്റിനിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ പാട്ടിലൂടെയും മറ്റ് ശുശ്രൂഷകളിലൂടെയൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നല്ലോ. പ്രിയ സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും അനേക ഗാനങ്ങൾ പാടുവാനും കർത്താവിന്റെ വേലയിൽ പങ്കുവയ്പ്പാനും പ്രിയ സഹോദരിയെ ദൈവം കുടുംബമായിട്ട് സഹായിക്കട്ടെ. ബഹ്റിന്റെ പ്രദേശത്തായിരുന്നുകൊണ്ട് കർത്താവിനെ തുടർന്ന് സേവിക്കുവാൻ ദൈവം എല്ലാ കൃപയും നൽകട്ടെ. ഇത്രയും സമയം നാം മനോഹരമായ ഗാനങ്ങൾ ശ്രവിച്ചു. തുടർന്ന് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു നന്ദി വാചകങ്ങൾ, വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നതിനായിട്ട് ഇതിന്റെ ചുമതലപ്പെട്ട സഹോദരന്മാരിൽ ഒരാളായ ജോൺ ചെറിയാൻ പടത്തിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ആ ശുശ്രൂഷ ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. ജോൺ ചെറിയാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മഹത്വവും സർവശക്തനായ ദൈവത്തിന് നൽകുന്നു. വളരെ പ്രതികൂലമായ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. പ്രത്യേക പാട്ടുപാടിയ നമ്മുടെ സഹോദരങ്ങൾ രണ്ടുപേരും പനി വിഷമങ്ങളും തൊണ്ട ശബ്ദവും ഒക്കെ ഇല്ലെങ്കിലും ദൈവം അത് പാടുവാൻ സഹായിച്ചു. അതിനെ സ്തുതിക്കുന്നു. അതുപോലെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അത് ചുരുങ്ങിയ വാക്കുകളിൽ ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പ്രിയ റിജോയ് ജോണിന് വേണ്ടി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. താന് കണ്ണൂരിന്റെ ഭാഗത്ത് ദൈവവേല ചെയ്യുന്നു. തനിക്ക് ഇതിനു വേണ്ടി വളരെയേറെ സമയവും ഉത്തരവാദിത്വവും ചെയ്യുവാൻ ദൈവം കഴിഞ്ഞ ഉദ്ദേശം 4 വർഷത്തിലേറെ ദൈവം സഹായിക്കുന്നു. തന്റെ ആത്മീയ ശുശ്രൂഷ ദൈവം മാനിക്കട്ടെ. ശ്രീകണ്ഠാപുരത്ത് കണ്ണൂരിന്റെ ഭാഗത്ത് താൻ ചെയ്യുന്ന വേളയെ ദൈവം മാനിക്കട്ടെ. തനിക്ക് ശരീരമായ ക്ഷീണമുണ്ടെങ്കിലും ദൈവം തന്നെ അത് അത്ഭുതം അതിശയമായി വഴി നടത്തുന്നു എന്നോർത്ത് ഞാൻ വിളിക്കുന്നു. പ്രാർത്ഥനയെ ഓർത്ത പ്രിയ KM ജോൺ അച്ഛനെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. താനും കണ്ണൂരിന്റെ ഭാഗത്ത് തളിപ്പറമ്പിൽ വേല ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ട ശുശ്രൂഷ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ ബൈബിൾ സ്റ്റഡി പ്രിയ സഹോദരനാണ് അത് വായിക്കുന്നത്. റോമർ എഴുതിയ ലേഖനത്തിൽ നിന്ന് ഇപ്പം 8-ാം അധ്യായത്തിൽ നിന്ന് എടുക്കുന്നു. ഇതുപോലെ തന്നെ 4 വർഷത്തിലായിട്ട് അത് തുടർന്ന് ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു. അത് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അവസാനത്തെ പ്രാർത്ഥിക്കുന്ന പ്രിയ KK തങ്കച്ചൻ ഹരിയാനയുടെ പ്രദേശത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലും കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ മറ്റ് പല സാമൂഹികമായ പ്രശ്നങ്ങളുടെ നടുവിലും താന് ദൈവം നിലനിർത്തുന്നു. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായിരിക്കുന്നു. അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥനയ്ക്കായി ഞാൻ നന്ദി പറയുന്നു എന്ന് ഓർപ്പിക്കുന്നു. പാട്ടുപാടിയ എല്ലാവരെയും ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആദ്യത്തെ പാട്ടുപാടിയ ലിൻഡ തോമസ് മെൽബേണിൽ താൻ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു. താൻ ചെയ്യുന്ന ആ ശുശ്രൂഷ ഈ തിരക്കിനിടയിലും ദൈവനാമകത്തിനായി ഓ ദൈവമേ എന്ന പാട്ട് വളരെ ഭംഗിയായി പാടി ദൈവം സഹായിച്ചു. അതുപോലെ ലിജോ ജോർജ് കാനഡയിലെ താനും ചെറിയ ശരീരമായ ക്ഷീണങ്ങളുണ്ടെങ്കിലും കർത്താവ് വളരെ അത്ഭുതമായി ദി വേൾഡ് ഈസ് നോട്ട് മൈ ഹോം എന്നുള്ള ആ നല്ല പാട്ട് വളരെ ഗംഭീരമായി പാടുവാൻ ദൈവം സഹായിച്ചു. അതായത് ദൈവനാമത്തിന് നന്ദി പറയുന്നു. അതുപോലെ സിസ്റ്റർ ഗീത തോമസ് അറ്റ്ലാന്റ നന്ദിയാൽ നിറയുന്നു
എന്തനകം എന്ന പാട്ട് സിസ്റ്റർ പാടുവാൻ വളരെ ഭംഗിയായിട്ട് പാടുവാൻ ദൈവം സഹായിച്ചു. ദൈവനാമത്തിനായി തീർന്നതിനായി സ്തോത്രം. അതുപോലെ തന്നെ പ്രിയ ജോൺസ് തമ്പാൻ ന്യൂജേഴ്സിയിൽ നിന്ന് വന്ന വഴികൾ ഓർത്തിടുമ്പോൾ എന്ന് വളരെ ക്ലാസിക്കലിന്റെ സെമി ക്ലാസിക്കലായിട്ട് ആ സഹോദരന്റെ ഈണത്തിൽ കൂടി പാടുവാൻ ദൈവം സഹായിച്ചു. സർവമഹത്വം ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നാലാമത്തെ പാടുവാൻ സഹായിച്ച ഫിലിപ്പ് ആൻഡ്രൂ സഹോദരൻ ശുദ്ധനാം യേശുവിൽ എന്ന് പാട്ട് ഡാലസ് എന്ന ഭാഗത്ത് നിന്ന് പാടുവാൻ പുതിയ ഒരു സഹോദരി എഴുതിയ പാട്ട് അത് പാടുവാൻ ദൈവം സഹായിച്ചു. അത് വളരെ ഭംഗിയായിട്ട് പാടുവാൻ സഹായിച്ചു. ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ജിജോ കുര്യൻ UK കൂടുണ്ട് പ്രിയനൻ ചാരെ എന്ന ആ പാട്ട് മനോഹരമായി പാടുവാൻ ആലപിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ജിജോ തോമസ് അറ്റ്ലാന്റ, ഞാൻ മുമ്പ് പറഞ്ഞ പ്രിയ സഹോദരി ഗീത തോമസിന്റെ മകനാണ്. താനും യാഹേ നീയൻ ദൈവം വളരെ മനോഹരമായിട്ട് പാടുവാൻ സഹായിച്ചു. തനിക്ക് മ്യൂസിക്കലായിട്ടുള്ള വളരെ കഴിവുള്ളൊരു സഹോദരനാണ്. എന്നാലും താൻ ഇന്ന് അതിനുവേണ്ടി ഇന്ന് നമ്മുടെ ഇടയിൽ അത് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അവസാനത്തെ പാട്ട് പാടിയ അലിസ ബിജു ബെഹ്റിൻ ആഴങ്ങൾ തേടുന്ന ദൈവം സഹോദരിക്ക് ശരീരമായ ക്ഷീണങ്ങളും പനിയുടെ വിഷമങ്ങളുണ്ട്, പാടാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും ദൈവം അതിനെ ഇടവരുത്തി. അതിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരിക്ക് വളരെയേറെ ഞങ്ങളുടെ ചെറിയ ശുശ്രൂഷയുടെ ബന്ധത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി ഇനി പറയാനുള്ളത്, നമ്മുടെ ഇടയിൽ ആദ്യമായിട്ട് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കാൻ പ്രാർത്ഥിച്ച പോലെ പ്രിയ ദേവദാസൻ ജോൺ പി തോമസ് അങ്കിള് കടന്നു വരുവാനും തന്റെ വലിയ തിരക്കുള്ള വളരെ കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളും പോയി ദൈവവേല ചെയ്യുന്ന സഹോദരൻ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാൻ ദൈവം ഇടവരുത്തി. അതിനായി സ്തുതിക്കുന്നു. നമ്മൾ വായിച്ച് കേട്ട പോലെ നമുക്ക് എക്സോഡസിൽ 12:2 വായിക്കുന്ന പോലെ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം എന്നുള്ള പ്രാരംഭ റെഫറൻസ് കൂടി തുടങ്ങിയ അത് വളരെ അനുഗ്രഹമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഓർപ്പിക്കുന്നതായി തീർന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സുവിശേഷം താൻ പറഞ്ഞ പോലെ സുവിശേഷം അറിയിക്കുവാൻ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചാൽ അത് ഏതാനും നിമിഷത്തിനകം ലോകം മുഴുവൻ അത് അറിയിച്ചു കഴിഞ്ഞിരിക്കുക. എന്നാല് സുവിശേഷം അറിയിക്കുവാൻ മനുഷ്യരായ നമ്മയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം നമ്മൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് എന്ന് ഓർപ്പിക്കുവാൻ താൻ ഇടവന്നു. അതുകൂടാതെ തുടർന്നുള്ള കാര്യങ്ങള് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം വിത്ത് വിതയ്ക്കണം എന്നുള്ളത് കേൾപ്പിക്കാൻ സാധിച്ചു. നമ്മളെ വിശ്വാസികളായ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങള് ഒരിക്കൽ കൂടെ പുതുക്കുവാൻ ദൈവം ഇടവരുത്തി. അതിനായി സ്തുതിക്കുന്നു. തനിക്കും അതുപോലെ തന്നെ തുരുത്തിയുടെ ഉപമകൾ താൻ പറഞ്ഞു. പഴയ തുരുത്തിയും പുതിയ, അങ്ങനെ അനേകമായ അനുഗ്രഹപ്പെട്ട വചനങ്ങൾ തന്ന് നമ്മൾക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയം നമുക്ക് പുതുവർഷത്തിലേക്ക് എങ്ങനെ കടക്കണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നമ്മൾ വിനിയോഗിക്കണം എന്ന് താൻ അത് പറഞ്ഞു. അത് വളരെ വളരെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അത് ഓർത്ത് വരും കാലങ്ങളിൽ ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയ അതുപോലെ ജോൺ പി തോമസ് അങ്കിളുടെയും സഹായിക്കട്ടെ. തനിക്ക് ശരീരമായ ക്ഷീണങ്ങളുണ്ട്. അതുപോലെ മോന്റെ വേർപാടിലൊക്കെ വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണ്. അതൊക്കെ വളരെ ആ അവസ്ഥയൊക്കെ ദൈവം കുറച്ച് മാറ്റുവാൻ സഹായിച്ചു. ഇപ്പൊ ദൈവവേലയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളും കേരളത്തിലും പല സ്റ്റേറ്റുകളും താന് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ തരുണത്തിൽ ഞങ്ങളുടെ ഈ എളിയ ശുശ്രൂഷയിൽ വന്ന് ഈ ചെറിയ മെസ്സേജ് തരുവാൻ ദൈവം ഇടവരുത്തി. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ട്. ഈ സൂം മീറ്റിംഗ് തുടങ്ങിയിട്ട് ഉദ്ദേശം 5 വർഷത്തോളം ആകുന്നു. 4 വർഷം കഴിഞ്ഞു. ഇത്രയും നാളുകള് ഈ സംഗീത പ്രോഗ്രാം നടത്തുവാനും അതുപോലെ ഡെയിലി ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ സെയിം നമ്പറിൽ സൂം നമ്പറിലുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം അതിന് പങ്കെടുക്കണം എന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 ഇന്ത്യൻ സമയമാണ് ഞാൻ പറയുന്നത്. 6:30 ബൈബിൾ സ്റ്റഡി ഉണ്ട്. അത് ലീഡ് ചെയ്യുന്നത് ആദ്യം പ്രാർത്ഥനയിൽ പ്രിയ KM ജോൺ അച്ചായനാണ്.
അത് ഇപ്പം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായമാണ്. അതുപോലെ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5:30 ഇന്ത്യൻ സമയമാണ് സിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അനേക സൗകര്യന്മാർക്ക് അത് അനേകത്തിന് വിഷയമാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഇതുപോലെ 6 മണിക്ക് ഇന്ത്യൻ സമയം സൂം ഫാമിലി ഗാദറിംഗ് എന്ന രീതിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മാസത്തിൻ്റെ അവസാനം ആണ് സംഗീത പ്രോഗ്രാം നടത്താറുള്ളത്. പക്ഷേ ഈ മാസത്തിൻ്റെ അവസാനം അനേകമായ പ്രോഗ്രാം നമ്മുടെ കൺവെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അനേകർക്ക് അസൗകര്യമായതുകൊണ്ടാണ് കുറച്ചും കൂടെ പുറകോട്ട് ഇത് നടത്തുവാൻ ദൈവം സഹായിച്ചത്. ഇന്ന് എന്തായാലും ഇത്രത്തോളം ദൈവം സഹായിച്ച് ഇത്രത്തോളം സഹോദരന്മാർ വരുവാനും ഈ ശുശ്രൂഷ പങ്കെടുക്കുവാനും ദൈവം സഹായിച്ചു. ഇന്ന് ക്രിസ്മസിന്റെ തിരക്കുകളും തിരക്കൊക്കെ ഉള്ള ആണ് സമയങ്ങൾ. എന്നാലും ഇത്രത്തോളം ദൈവം സഹായിച്ചു. അനേകർക്ക് കടന്നു വന്ന് അത് അനേകത്തിന് വിഷയമാക്കി മാറ്റുവാൻ ദൈവം ഇടവരുത്തി. അതിനായി സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. എല്ലാവരും ലോകത്തിന്റെ പല ഭാഗങ്ങളായ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള ആ വലിയ ഭാഗ്യം നമുക്ക് തന്നതിനായി സ്തുതിക്കുന്നു. ഇപ്പം ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഹരിയാനയിൽ നിന്നുള്ള സഹോദരൻ KK തങ്കച്ചനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ അടിയങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ മക്കളായ അടിയങ്ങൾക്ക് കഴിഞ്ഞ 2 മണിക്കൂർ അവിടുത്തെ തിരുസന്നയിലിരിപ്പാനും അവിടുത്തെ വചനം കേൾപ്പാനും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കേൾപ്പാൻ കൊണ്ട് അവിടെ നിരയാക്കി അതിനെ സ്തുതിക്കുന്നു. കർത്താവെ, ആഴങ്ങൾ തേടുന്ന ആ ദൈവം തലമുറയായി അടിയങ്ങളെ വഴി നടത്തുന്ന നല്ല ദൈവം അവിടുന്ന് ആയിരിക്കാല്ലെങ്കിൽ സ്തുതിക്കുന്നു. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വന്ന വഴികൾ മറക്കാതെ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് യാഹേ നീ എന്റെ ദൈവം എന്ന് പറവാൻ തക്കോണം ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കോണം അടിയങ്ങളെ ഇടയാക്കുന്നു. അതിനെ സ്തുതിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമായിരുന്ന ദൈവമക്കൾ ഈ വചനം കേൾപ്പാനും കർത്താവെ തിരുസന്നിയിൽ അടിയങ്ങൾക്ക് 2 മണിക്കൂർ ഇരിപ്പാൻ തക്കോണം അവിടെ നിരയാക്കി അതിനെ സ്തുതിക്കുന്നു. ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തക്കോണം അവിടെ നിരയാക്കുന്നല്ലോ അതിനെ സ്തുതിക്കുന്നു. കർത്താവ് അടിയങ്ങളോട് കൂടെയുണ്ട്. കാക്കയാൽ ആഹാരം തന്ന് അടിയങ്ങളെ പോഷിപ്പിക്കുന്ന കിരീത്യ തോട്ടിലും വിധയുടെ വീട്ടിലും അടിയങ്ങൾക്ക് ഭക്ഷണം നൽകി തരുന്ന ആ നല്ല ദൈവം അടിയങ്ങൾക്കുള്ളതിനെ സ്തുതിക്കുന്നു. കർത്താവെ, തിരുവചന സത്യങ്ങൾ കേൾപ്പാൻ കൊണ്ടോട് നിരയാക്കുകയും അതിനുവേണ്ടി പ്രിയ ജോൺ പി തോമസ് കർത്തദാസിനെ അവിടുന്ന് ഒരുക്കി അതിനെ സ്തുതിക്കുന്നു. ഈ ദിവസം കർത്താവെ അടിയങ്ങൾക്ക് ഒരു പുതിയ ദിവസമായി തീരുവാൻ കൊണ്ടോട് നിരയാക്കുന്നല്ലോ അതിനെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും അടിയങ്ങൾക്ക് ഒരു പുതിയ ദിവസം നൽകുന്നു. അടിയങ്ങളെ കരുതിയും പരിപാലിക്കുകയും ചെയ്യുന്നല്ലോ. കർത്താവെ, അടിയങ്ങൾ ഇപ്പോൾ ഉറങ്ങുവാനായിട്ട് പോകുന്നു. അവിടുത്തെ സാന്നിധ്യം കഴിവ് ഉണ്ടായിരുന്ന അടുത്ത ദിവസം ഒരു സുപ്രഭാതം കാണുവാൻ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നാളെ രാവിലെ കർത്താവെ ദൈവത്തെ ആരാധിപ്പാനുള്ള സാഹചര്യം അവിടുന്ന് ഒരുക്കി തരുന്നല്ലോ അതിനെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും അടിയങ്ങൾക്ക് ഒരു പുതിയ ദിവസമായി കർത്താവെ പുതിയ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ തൊക്കണം അവിടുന്ന് ഇടയാക്കുന്ന കൃപയോർത്തങ്ങൾ സ്തുതിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ദൈവികമായ സാന്നിധ്യത്തിന്റെ മറവിൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തൊക്കണം അവിടുന്ന് ഇടയാക്കുന്നല്ലോ അതിനെ സ്തുതിക്കുന്നു. ഒരു പുതിയ സൃഷ്ടിയായി കർത്താവെ അടിയങ്ങളെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളും അബ്ബാപിതാവെ എന്ന് വിളിക്കാനുള്ള പുത്രത്തിന്റെ ആത്മാവിനെ നൽകി തന്ന അടിയങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവെ പുതിയ സൃഷ്ടിയാണ്. പുതിയ ജീവിതം അടിയങ്ങൾക്ക് നൽകി തന്നു. അടിയങ്ങളുടെ ജീവിതം, അടിയങ്ങളുടെ പോക്ക് വരവ്, സംസാരം, അടിയങ്ങളുടെ ലക്ഷ്യം എല്ലാം ആ കർത്താവായ യേശുക്രിസ്തുവിന് അനുകൂലമായി തീരുവാൻ തൊക്കണം. അതനുസരിച്ച് അടിയങ്ങൾ മുന്നോട്ട് പോകാൻ തൊക്കണം അവിടെ നിരയാക്കണമേ. ഈ ദുഷ്ടലോകത്ത് ജീവിക്കുന്ന കൃപണം നിറച്ച് അടിയങ്ങൾ പല സ്ഥലങ്ങളിലും പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുമ്പോഴും ജീവനുള്ള ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിലായിരിക്കാൻ കൊണ്ട് അവിടെ നിരാക്കുന്നല്ലോ അതിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ അവിടുന്ന് അടിയങ്ങളെ സഹായിച്ചു. അവിടുത്തെ രക്തം നൽകി ഊറ്റിത്തന്ന് അടിയങ്ങളെ രക്ഷിച്ചു അതിനെ സ്തുതിക്കുന്നു. അസ്ഥിയും മാംസവും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ രക്തത്തിന്റെ കാര്യം പറഞ്ഞില്ല എന്ന് ദൈവദാസൻ കർത്താവെ തന്റെ മെസ്സേജിൽ കൂടെ അടിയങ്ങളെ ഓർമ്മിപ്പിച്ചു. ആ രക്തം അടിയങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നല്ലോ. അതിന് ഉത്തരവാദി അടിയങ്ങളായിരുന്നു. കർത്താവെ, അടിയങ്ങൾ പാപത്തിലായിരുന്നു. അടിയങ്ങളെ രക്ഷിപ്പാൻ തൊക്കൊണ്ടു അവിടെ നിരയാക്കി ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാലാകാലങ്ങളിൽ
അനേക സമയങ്ങളിലായി അടിയങ്ങളെ വിളിച്ച് വേർതിരിച്ച കൃപയോർത്തങ്ങ് സ്തുതിക്കുന്നു. ആത്മീയമായും ഭൗതികമായും അടിയങ്ങളെ അനുഗ്രഹിച്ച് ഇതുവരെയും നൽകി തന്ന എല്ലാ കൃപയ്ക്കും വേണ്ടി അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഇത് കണ്ടക്ട് ചെയ്യുവാനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കൊണ്ടും പ്രിയ ദേവദാസന്മാരെ അവിടെ നിരയാക്കി എല്ലാമായുള്ള ഈ പ്രോഗ്രാം നടക്കുമ്പോൾ കർത്താവെ, അനേകർ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കൊണ്ടവർ നിരാക്കണം എന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നു. സകല വിധത്തിൽ